ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ഏരിയ ബാങ്ക് ഓഡിറ്റ്. ഇതില് നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ബട്ട് എന്നാ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. നമുക്ക് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവില് മാത്രം എന്ത് ചെയ്യാം? നമുക്കിതിനെ പഠിക്കാം. ഓക്കെ അല്ലേ? ബാങ്ക് ആർ ഡിവൈഡഡ് ഇൻടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാ? SBI, HDFC, ICICI. നോർമൽ പബ്ലിക്കിന് എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പറ്റുന്ന പബ്ലിക്കിന് വൈഡ്ലി ബാങ്കിങ് ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീനല്ലേ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി പറയാ. ഓക്കെ. ഓക്കെ. ഇവിടെ ഇതിന്റെ മീനിങ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പുകൾ ഉണ്ട് മനസ്സിലാക്കിയാൽ മതി. കാരണം മീനിങ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടായിരിക്കും. എന്നാൽ അതിന്റെ റെലവൻസും ഇല്ല, എക്സാമിന് ചോദിക്കത്തുമില്ല. ഓക്കെ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ബാങ്ക്: കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയൻ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക്. എന്നത് ഇത് ക്ലിയർ ഇല്ലല്ലോ. കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്താ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്. ഇതൊക്കെ എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ വായിച്ചാൽ മതി. ഒന്നും റെലവെന്റ് അല്ല. ഓക്കെ. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാങ്ക് പ്ലേസ് ഓഫ് ട്രസ്റ്റ് ആണ്. ഇപ്പൊ നിന്റെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ട്. നിനക്ക് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്നാൽ നിനക്ക് ഈ 5000ന്റെ മേലെ റിട്ടേൺ കിട്ടണമെങ്കിൽ നീ എവിടെ ഇടാ? ബാങ്കിലിടാ. നീ എന്റെ കയ്യിലോ അല്ലെങ്കിൽ വേറെ ആളുടെ കയ്യിലോ ഒന്നും കൊടുക്കത്തില്ല. കാരണം നമ്മളെക്കാളും കൂടുതൽ നിനക്ക് ട്രസ്റ്റ് എവിടെയാ? ബാങ്കിലുണ്ടാവുക. അപ്പൊ ഒബ്വിയസ്ലി നിന്നെപ്പോലെ ഒരുപാട് പബ്ലിക്, ഞാനും നീ അടക്കമുള്ള ഒരുപാട് പബ്ലിക്കിന്റെ വലിയൊരു ട്രസ്റ്റ് ഉള്ള ഏരിയ ആണ് എന്ത്? ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യല് ഗവൺമെന്റിന്റെ റോളാണ് അല്ലേ? ഇത്രയും വലിയ ട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിൽ നിന്ന് പ്രശ്നം അല്ലെങ്കിൽ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഒരു പറ്റിക്കപ്പെടുന്ന സിനാരിയോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ റോളാണ്. ഒബ്വിയസ്ലി ഗവൺമെന്റിന് അറിയാം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ജനങ്ങള് വിശ്വാസം കണ്ണും പൂട്ടി വിശ്വാസം അറിയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു റിസ്ക് ഇല്ലാന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ വിശ്വാസം പബ്ലിക്കിനെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ബാങ്കിന് വേണ്ടി ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. അതെന്താ വെച്ചാൽ ബാങ്കിനെ പറ്റി അത്രയും ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ് ഗവൺമെന്റിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ബാങ്കിന് ഒരുപാട് ആക്ടുകൾ എന്തായിരിക്കും അപ്ലിക്കബിൾ ആയിരിക്കും? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, കമ്പനീസ് ആക്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊക്കെ ഒരു SBI ബാങ്കിനും അപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി SBI ആക്ടിന്റെ സബ്സിഡിയറിക്ക് സെപ്പറേറ്റ് ആക്ട് ഉണ്ട്. SBI സബ്സിഡിയറി ആക്ട് 1956, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്, ലൈക്ക് കള്ളപ്പണം, ലീഗൽ മണി ആക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ട്, ബാങ്കിങ് കമ്പനീസ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ, പേയ്മെന്റ് സെറ്റിൽമെന്റ് ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിന്റെ മീനിങ്ങും എന്താണെന്നും പഠിക്കണ പക്ഷേ ജസ്റ്റ് ഇത്ര ആക്ടുകൾ ഉണ്ട് മനസ്സിലാക്കി വെക്കാം MCQ പർപ്പസിന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ബാങ്ക്. സെക്ഷൻ 29 സബ്സെക്ഷൻ 1 and 2 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ബാങ്കിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് P&L ബാലൻസ് ഷീറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഡീലിംഗ് സെക്ഷൻ 29 സബ്സെക്ഷൻ 1 ആൻഡ് സബ്സെക്ഷൻ 2ലാണ്. അതിലെ തേർഡ് ഷെഡ്യൂളിലെ ഫോം A ആണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പറയണത്. ഫോം B ആണ് P&L ഫോർമാറ്റ് പറയണത്. ഏത്? ബാങ്കിങ് കേസിൽ നമുക്ക് കമ്പനീസ് ആക്ടിൽ അറിയാം. നമുക്ക് ഷെഡ്യൂൾ 3ലാണ് ബാലൻസ് ഷീറ്റ്. നോർമൽ കമ്പനീസിന്റെ, ബാങ്ക് അല്ലാത്ത നോർമൽ കമ്പനീസിന്റെ ബാലൻസ് ഷീറ്റും P&L ഫോർമാറ്റും ഷെഡ്യൂൾ 3ലാണ് പറയണത്. എന്നാൽ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും P&Lന്റെ ഫോർമാറ്റും ഏത് പ്രകാരമായിരിക്കണം? തേർഡ് ഷെഡ്യൂളിലെ ഫോം A പ്രകാരമായിരിക്കണം. ഫോം Aയിൽ പറയുന്നത് പോലെ ആയിരിക്കണം ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, സോറി, ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 3 അല്ല, ഇവിടെ തേർഡ് ഷെഡ്യൂൾ എന്നാ പറയാം. തേർഡ് ഷെഡ്യൂളിലെ ഫോം Bയിൽ പറയുന്ന പോലത്തെ ഫോർമാറ്റ് ആയിരിക്കും ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്, ബാങ്കിന് മാത്രം. ഓക്കെ അല്ലേ? ഈ ബാങ്കും നമുക്ക് കമ്പനി ആയിട്ട് തന്നെ തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഓക്കെ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനം വീണ്ടും വീണ്ടും പറയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് എ ബാങ്കിങ് കമ്പനി ഈസ് ടു ബി അപ്പോയിന്റഡ് അറ്റ് ദ AGM ഓഫ് ദ ഷെയർ. ഇവിടെ ഓഡിറ്റർ ഉദ്ദേശിക്കുന്നത് സബ്സീക്വന്റ് ഓഡിറ്റർ ആട്ടോ. ഫസ്റ്റ് ഓഡിറ്ററെ ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് നോർമലി അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ. ഓഡിറ്റർ ഓഫ് എ നാഷണലൈസ്ഡ് ബാങ്ക് ഈസ് ടു ബി അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടർ. നാഷണലൈസ്ഡ് ബാങ്ക് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ആദ്യം പ്രൈവറ്റ് ആയിട്ട് തുടങ്ങി പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുത്തു. അതാണ് എന്ത്? നാഷണലൈസ്ഡ് ബാങ്ക്. ഇവിടെ ഫസ്റ്റ് ഓഡിറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് ഓഡിറ്റർ സബ്സീക്വന്റ് അങ്ങനെ ഇതുണ്ടായി ജസ്റ്റ് മനസ്സിലാക്കാൻ ഒരു എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഓഡിറ്റർ ഓഫ് എ ബാങ്കിങ് കമ്പനി ഈസ് അപ്പോയിന്റഡ് ബൈ ദ AGM അറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഓഡിറ്റർ ഓഫ് എ നാഷണലൈസ്ഡ് ബാങ്ക് ഈസ് ടു ബി അപ്പോയിന്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടർ. ഇപ്പൊ നോക്ക്, ഇതൊക്കെ നാഷണലൈസ്ഡ് ബാങ്കാ. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് തന്നെയാണ്.
പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടല്ല തുടങ്ങിയത്. ഇത് തുടങ്ങിയത് തന്നെ SBI ആക്ടിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈവൻ ഇഫ് ദിസ് ഈസ് എ നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് പറയാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുക ചെയ്യാം. കാരണം ഇത് SBI ആക്ടിന്റെ കീഴിൽ തുടക്കം തൊട്ടേ എന്താ ഗവൺമെന്റ് കീഴിലായിരുന്നു. ഇപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു. പിന്നീട് എന്താ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് നാഷണലൈസ് ചെയ്തതാ. വെച്ചാൽ പബ്ലിക് ആക്കിയതാ. അപ്പൊ ഇതൊക്കെ ആദ്യം പ്രൈവറ്റ് പിന്നീട് പബ്ലിക് ആക്കിയതാണ്. അതാണ് നാഷണലൈസ്ഡ് ബാങ്ക്. എന്നാൽ SBI എന്ന് പറഞ്ഞാൽ ആദ്യമേ എന്താണ് SBI ആക്ടിന് കീഴിൽ ഗവൺമെന്റ് ഉള്ളതാ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ആദ്യം പ്രൈവറ്റ് അല്ലായിരുന്നു SBI. ഓക്കെ. അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെപ്പറേറ്റ്ലി പറയുന്നത്. ഈവൻ ഇഫ് അത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ പോലും. അതിന്റെ അപ്പൊ ഒബ്വിയസ്ലി ആദ്യമേ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ CAG ആണ് അപ്പോയിന്റ് ചെയ്യുക. ഓഡിറ്റർ ഓഫ് ഇതൊക്കെ ഫസ്റ്റ് ഓഡിറ്ററാണ് ഉദ്ദേശിക്കുന്നത്. സബ്സിക്വന്റ് ഓഡിറ്ററാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എക്സാമിന് എഴുതണ്ട. റീജിയണൽ റൂറൽ ബാങ്ക് വെച്ചാൽ റൂറൽ പീപ്പിളിന്റെ ഫെസിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് അത്തരം ഒരു ബാങ്കാണ്. ആർ അപ്പോയിന്റഡ് ബൈ ദ ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടർ വിത്ത് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ബട്ട് ബാങ്ക് തന്നെ എഴുതണം. ഓക്കെ. ഇവിടെ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർ തന്നെയാണ്. ബോർഡ് ഓഫ് ഡയറക്ടർ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യും. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ഓൺ ദ സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ പ്രൊവിഷണൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. പക്ഷേ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആവുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ്. അല്ലെങ്കിൽ ആദ്യം സെൻട്രൽ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുക, എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക ഓഡിറ്റർ. ആര്? റീജിയണൽ റൂറൽ ബാങ്ക്. ഓക്കെ. ഓക്കെ. Okay. The remuneration of the auditor is fixed as per Section 142 of Companies Act 2013. In case of a nationalized bank, remuneration is fixed by RBI in consultation with the central government. The power of an auditor in a bank is almost similar to that of a company auditor. Okay. എക്സാമിന് എഴുതണ്ടാട്ടെ, ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എഴുതണമെന്നുള്ളൂ. ഓക്കെ. ഇനി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഓഫ് എ ബാങ്ക് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞത്. ഓഡിറ്റർ ഓഫ് എ നാഷണലൈസ്ഡ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു റിപ്പോർട്ട് ഓൺ ദ ഫോളോയിങ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റിനോട് നാഷണലൈസ്ഡ് ബാങ്ക് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർ ഇതൊക്കെ പറയണം. ഓഡിറ്ററിന്റെ റിപ്പോർട്ടിലൂടെ. Whether the financial statement reflect a true and fair view of affairs of the bank and whether all necessary information has been made available to the auditor. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഓഡിറ്റർ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ഈ സംഭവങ്ങളൊക്കെ കൺഫേം ചെയ്യണം. എന്ത്? ബാങ്കിന്റെ ഫിനാൻഷ്യൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഓഡിറ്റർ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ബാങ്ക് തന്നിട്ടുണ്ടോ? വെദർ ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ബാങ്ക് ആർ വിത്തിൻ ദ പവേഴ്സ് ഓഫ് ദ ബാങ്ക്. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ ബ്രാഞ്ചാണ് ഫെഡറൽ ബാങ്കിന്റെ തൃശ്ശൂർ ബ്രാഞ്ചാണ് ഓഡിറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ അവിടെ മാക്സിമം ഹെഡ് ഓഫീസ് ലോണ് ഡിസ്പേഴ്സൽ പവർ കൊടുത്തിട്ടുള്ളത് 10 crore വിചാരിക്കുക. അപ്പൊ 10 crore താഴെ ആയിരിക്കണം എല്ലാ ലോണും ആര് കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്? ഈ ഫെഡറൽ തൃശ്ശൂർ ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതങ്ങനെ ഓഡിറ്റർ ചെക്ക് ചെയ്യും. അപ്പോൾ വിത്തിൻ ദ പവേഴ്സ് ഓഫ് ആ ഫെഡറൽ തൃശ്ശൂർ ബ്രാഞ്ച് തന്നെയല്ലേ ഫെഡറൽ തൃശ്ശൂർ ബ്രാഞ്ച് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? മോണിറ്ററിങ് ചെയ്യണം. വെദർ ദ റിട്ടേൺസ് പറഞ്ഞ ഉദ്ദേശിച്ച ഡോക്യുമെന്റ്സ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ചസ് ആർ അഡിക്വേറ്റ് ഫോർ ഓഡിറ്റ് പർപ്പസ്. ഇപ്പൊ നോക്കടാ, ഇപ്പൊ ഞാൻ ഹെഡ് ഓഫീസ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഓഫ് ബ്രാഞ്ചസ് ആണ്. ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ ഹെഡ് ഓഫീസ് പ്ലസ് ബ്രാഞ്ചസിന്റെ ഡാറ്റാസ് കൂടിയിട്ടായിരിക്കും ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. കാരണം ഹെഡ് ഓഫീസിന്റെ പാർട്ടാണ് എന്ത്? ബ്രാഞ്ചസ്. അപ്പൊ നോക്ക്, അപ്പൊ ഈ ബ്രാഞ്ചസിന്റെ ചിലപ്പോൾ ഡീറ്റെയിൽസ് ആർക്ക് വേണ്ടി വരും? ഓഡിറ്റർക്ക് വേണ്ടി വരും. ഈ ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർക്ക്. അപ്പൊ ആ ബ്രാഞ്ചസിൽ നിന്ന് പ്രോപ്പർ ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ടോ? ആ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണം. ഓക്കെ. Any other matter which auditor considers should be brought to the notice of central government. Say for example fraud above 1 crore. ഇതൊക്കെ 143 സെക്ഷൻ 12 പഠിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണം വെൻ ഓഡിറ്റിംഗ് എ നാഷണലൈസ്ഡ് ബാങ്ക് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. ഇത് നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഓഡിറ്ററിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെ പറഞ്ഞു. ഇനി അതർ ബാങ്കുകളായാലും ഈ മേലത്തെ സംഭവങ്ങളൊക്കെ വരും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻ അഡീഷൻ ദ ഓഡിറ്റർ ഇസ് റിക്വയർഡ് ടു റിപ്പോർട്ട് ദ മാറ്റർ കവർഡ് ബൈ സെക്ഷൻ. ഓക്കെ. ഈ നാഷണലൈസ്ഡ് ബാങ്കിന്റെ അല്ലെങ്കിൽ അതർ ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അതിന് പുറമെ 143 റിക്വയർമെന്റും എന്ത് ചെയ്യേണ്ടി വരും? ഫുൾഫിൽ വെച്ചാൽ 143 സെക്ഷൻ 1, 3, 12 വെദർ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്, അതുപോലെ തന്നെ പ്രിജുഡീഷ്യൽ ടു ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി അക്കൗണ്ടിങ് എൻട്രി ഉണ്ടോ? മെർലി ഓർമ്മയില്ലേ ആ പോയിന്റ്സുകൾ? ഹവർ കാരോ 2020 ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു കമ്പനി. കാരോല 21 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കമ്പനീസ് ആക്ട് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. എന്ത്? ബാങ്കിന്റെ ഓഡിറ്ററെ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാരോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ബാങ്കിന് സ്പെസിഫിക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ ആണോ? ബാങ്കിനും ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ. ഓക്കെ. ഓഡിറ്റർ ഓഫ് എ പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ വെച്ച് പ്രൈവറ്റ് ബാങ്കോ പബ്ലിക് ബാങ്കോ ഫോറിൻ ബാങ്കോ ഏത് ബാങ്ക് ആയിക്കോട്ടെ, ആസ് വെൽ ആസ് ബ്രാഞ്ചസ്, ഇതിന്റെയൊക്കെ ബ്രാഞ്ചസ് ആയിക്കോട്ടെ, ഓരോരുത്തരും സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നുമല്ല, ഇറ്റ് ഈസ് എ ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ RBI. ഇപ്പൊ നോക്ക്, കമ്പനീസ് ആക്ട് ഓരോ കമ്പനീസിനെയും പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഓഡിറ്റർക്ക് കാരോല് ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാരോല് പറഞ്ഞ ഓരോ സാധനങ്ങൾ ഓഡിറ്റർ ആ കമ്പനിയുടെ റിയാലിറ്റി നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ. അതുപോലെ RBIയിലും കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ കാരോലുള്ള ചോദ്യങ്ങൾ പോലെ. അപ്പൊ RBIയിലുള്ള ചോദ്യങ്ങൾ കമ്പനിയിലത്തെ ആ ബാങ്കിലത്തെ റിയാലിറ്റി നോക്കിയിട്ട് LFIR എന്ത് ചെയ്യണം? ഫില്ല് ചെയ്തിട്ട് RBIക്ക് സബ്മിറ്റ് ചെയ്യണം. ആര്? ബാങ്കിന്റെ ഓഡിറ്റർ. ഓക്കെ. LFIR അങ്ങനെ മനസ്സിലായി. അതിന്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇറ്റ് ഈസ് എ ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ RBI വിച്ച് ഹാസ് ടു ബി ഫിൽഡ് ബൈ ദ ബാങ്ക് ഓഡിറ്റർ ബൈ ലുക്കിംഗ് അറ്റ് ദ റിയാലിറ്റി ഓഫ് ബാങ്ക്. ഓക്കെ ആണോ? കൺഫ്യൂഷനിൽ വിചാരിക്കണം. ഓക്കെ. ഇനി ഒരു ബാങ്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് ജനറൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടാ. നമ്മൾ നോർമലി മുന്നേ ഒരു ബിസിനസ് ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ബിസിനസ് ഓഡിറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട്? അണ്ടർസ്റ്റാൻഡിംഗ് ദ എന്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയറൺമെന്റ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺട്രോൾ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യും. അതിന്റെ ബേസിസിൽ നമ്മൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ ഹയർ ആണോ ലോയർ ആണോ കൺക്ലൂഡ് ചെയ്യും. അതിന്റെ ബേസിൽ സബ്സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കൂടുതലാണോ കുറവാണോ, അതുപോലെ തന്നെ ഈ കൺട്രോൾസ് ഒക്കെ മനസ്സിലാക്കിയ ബേസ്ഡ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല. അതൊക്കെ തന്നെയാണ് വലിച്ചു നീട്ടി അല്ലെങ്കിൽ തിരിച്ചു മറിച്ച് ഇവിടെയും പറഞ്ഞത്. ഓക്കെ. നോർമൽ കമ്പനിയുടെ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാങ്ക് ഓഡിറ്റ് ചെയ്യുമ്പോഴും പറയുന്നത്. കാരണം രണ്ടും ബിസിനസ് തന്നെയല്ലേ. അണ്ടർസ്റ്റാൻഡ് ദ ബാങ്ക് ആൻഡ് ഇറ്റ്സ് എൻവയറൺമെന്റ്. അപ്പൊ ഒരു ബാങ്ക് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓഡിറ്റർ ആദ്യം ആ ബാങ്കിനെയും അതിന്റെ എൻവയറൺമെന്റ്, കസ്റ്റമേഴ്സ് ആരാ, സപ്ലയേഴ്സ് ആരാ, സപ്ലയർ മീൻസ് കസ്റ്റമേഴ്സ് ആരാ, കോമ്പറ്റീറ്റേഴ്സ് ആരാ, ആ ഒരു എൻവയറൺമെന്റിനെ പറ്റി മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ദ ബാങ്ക് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ എൻവയറൺമെന്റ്. കൺട്രോൾ എൻവയറൺമെന്റിനോട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻസ് ഓഫ് TCWG ആൻഡ് മാനേജ്മെന്റ്. വെച്ചാൽ ബാങ്കിന്റെ ഓണർമാർ എങ്ങനെയാണ് എന്നുള്ള ഒരു അഭിപ്രായം ആര് ഡെവലപ്പ് ചെയ്യണം? ബാങ്ക് ഓഡിറ്റർ ഡെവലപ്പ് ചെയ്യണം. വെച്ചാൽ ഓണർ സീരിയസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഓണർ താഴെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സീരിയസ് ആവും. ഓണർ ഉഡായിപ്പ് ലാഗ് അല്ലെങ്കിൽ ഒരു കള്ളത്തരം മൈൻഡ് സെറ്റ് ഉള്ള ഓണർ ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ കീഴിലുള്ള എംപ്ലോയീസ് എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പൊ ഓണറെ അല്ലെങ്കിൽ കൺട്രോൾ എൻവയറൺമെന്റ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആക്ഷൻ. ഇപ്പൊ നോക്ക്, ഭയങ്കര സീരിയസ് ഓണർ ആണെങ്കിൽ ആ സീരിയസിനനുസരിച്ചിട്ടുള്ള കൺട്രോൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യും, ആക്ഷൻസുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്രോപ്രിയേറ്റ് ആവാനുള്ള ചാൻസ് കൂടും. എന്നാൽ ഓണർ ഉഡായിപ്പ് ആണെങ്കിൽ അവിടെ കൺട്രോൾസുകൾ ലാക്ക് ചെയ്യും, അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഹയർ ആയിരിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഓഡിറ്റർക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഹയർ ആയതുകൊണ്ട് ഡീറ്റെയിൽ ചെക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ ഓണർ സീരിയസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ഓഡിറ്റർക്ക് റിലാക്സേഷൻ ആയി. അപ്പൊ ഓണറിനെ പറ്റി മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ബാങ്ക് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ എൻവയറൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ടു ഐഡന്റിഫൈ ആൻഡ് അസസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് മനസ്സിലാക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യാൻ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഓണർ ഉഡായിപ്പാണെങ്കിൽ അവിടെ എന്താ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഹയർ ആണ്. അപ്പോൾ ഓഡിറ്റ് പ്ലാനിൽ കൂടുതൽ ഏരിയാസ് ചെക്ക് ചെയ്യാൻ നോട്ട് ചെയ്യേണ്ടി വരും. ഓഡിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ടൈം ബി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഏതൊക്കെ ഏരിയാസ് ചെക്ക് ചെയ്യണം, എങ്ങനെ ചെക്ക് ചെയ്യണം, അത് നമ്മളൊരു മുൻകൂട്ടി എഴുതി വെക്കുക ഓഡിറ്റർ. അതാവുമ്പോൾ അത് മിസ് ഔട്ട് ആകാതിരിക്കാനുള്ള ചാൻസ് പോകില്ല. ഇപ്പൊ നോക്ക്, നിങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ ഇന്ന സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് എടുക്കണം, എന്നൊക്കെ മുൻകൂട്ടി എഴുതി വെക്കണം. എന്തിനാ? അത് മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. To evaluate, okay, and then develop an audit plan to evaluate the control effectiveness and address specific risk issues. Okay. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു ബാങ്കിനെയും ആ ബാങ്കിന്റെ കൺട്രോൾ എൻവയറൺമെന്റിനെയും അതിന്റെ അനന്തരഫലമായിട്ടുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റും ഒക്കെ ആദ്യം മനസ്സിലാക്കുക ഓഡിറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. എന്തിന്? ടു ഡു പെർഫോം ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ആ ടെസ്റ്റ് ഓഫ് കൺട്രോൾ പെർഫോം ചെയ്യുമ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഹയർ ആണോ ലോയർ ആണോ മനസ്സിലാക്കും. എന്നിട്ട് അത് ആ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഹയർ ആ ലോയർ ആണെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ സ്പെസിഫിക് റിസ്ക് ഇഷ്യൂസ്, ചില സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഇപ്പോൾ കൺട്രോൾ ടെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് ഓഫ് മെറ്റീരിയൽ ഹയർ ആണെങ്കിൽ അവിടെ എന്ത് പ്രൊസീജിയർ പെർഫോം ചെയ്യണം, അതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിനെയും കൺട്രോൾ എൻവയറൺമെന്റിനും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓഡിറ്റ് പ്ലാന്? ടു എൻഷുർ പ്രോപ്പർ ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ആ ടെസ്റ്റ് ഓഫ് കൺട്രോളിൽ നിന്ന് പ്രോപ്പർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് കണ്ടുപിടിച്ചിട്ട്, റിസ്ക് ഓഫ് മെറ്റീരിയൽ ഹയർ ആണോ ലോയർ ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട്, ഇപ്പോൾ ഇവിടെ നമുക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഉണ്ടെന്ന് അറിയാം. ആ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ഹയർ ആണോ ലോയർ ആണോ എന്ന് കൺട്രോൾ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ഓഫ് കൺട്രോളിലൂടെ അറിയാം. ഹയർ ആണെങ്കിൽ ഹയർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ വേണ്ടി വരും. ടെസ്റ്റ് ഓഫ് കൺട്രോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്മെന്റ് ലോയർ ആണെങ്കിൽ ലോയർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ വേണ്ടി വരും. ഇത് എങ്ങനെയൊക്കെ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അഡ്രസ് സ്പെസിഫിക് റിസ്ക് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ എഫക്റ്റീവ്നെസ് ചെയ്തിട്ട് നമുക്കൊരു റിസ്ക് ഓഫ് മെറ്റീരിയൽ ഹയർ ലോയർ എന്ന് മനസ്സിലാവില്ല. അതിനെ ആ ഇഷ്യൂവിനെ സ്പെസിഫിക്കലി അഡ്രസ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചെന്നൈയിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ചെയ്യുക. ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ഞാൻ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്തപ്പോൾ സെയിൽസ് മാനേജർ ഉടായിപ്പാണ്, സെയിൽസ് രജിസ്റ്റർ പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടില്ല, സെയിൽസിന്റെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഒന്നും ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് സെയിൽസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ ഹയർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സെയിൽസിന്റെ ഇൻവോയ്സുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റും കസ്റ്റമർ കൺഫർമേഷനും അങ്ങനത്തെ സപ്പോർട്ടിങ്സുകളൊക്കെ എന്ത് ചെയ്യും? ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യും. റിസ്ക് ഓഫ് ഇവിടെ റിസ്ക് ആണ്, അതിനെ കൺഫേം ആക്കാൻ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ത് ചെയ്യും? കൂടുതൽ പെർഫോം ചെയ്യും. നമുക്ക് റിസ്കിന്റെ ബേസിസിൽ ഒപ്പീനിയൻ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പക്കയായി പറഞ്ഞു തരുന്നുണ്ട്.
അതുപോലെ തന്നെ ഒപ്റ്റിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ് ഓഫ് ദ ബാങ്ക്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണോ മാനുവൽ അക്കൗണ്ടിംഗ് ആണോ? മാനുവൽ അക്കൗണ്ടിംഗ് ആണെങ്കിൽ എറർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ സിമിലർ റിസ്ക് ഓഫ് മെറ്റീരിയൽ ഹയർ ആയിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ പ്രോപ്പർ പ്രോഗ്രാമിംഗ് തന്നെയാണോ എൻഷുർ ചെയ്യണം. ഒപ്റ്റിൻ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രോസസ് അഡോപ്റ്റഡ് ബൈ ദ ബാങ്ക് ഫോർ മാനേജിംഗ് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് ഓപ്പറേഷൻ റിസ്ക്. ഇപ്പൊ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ മണി റിലേറ്റഡ് റിസ്ക്. ഇപ്പൊ നോക്ക്, ബാങ്ക് ഒരു ക്രെഡിറ്റ് വർത്തിനെസ് അല്ലെങ്കിൽ ഒരു ലോൺ റീപേ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന് കരുതിയിട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ അതെന്തൊരു ഫിനാൻഷ്യൽ റിസ്ക് ആണ്. കാരണം അവിടെ ഒരു മണി റിലേറ്റഡ് റിസ്ക് ആണ്. അപ്പൊ ഈ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്ക് ലോൺ കൊടുത്തു എന്ന് കരുതി എന്തായാലും ലോൺ കിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആൾക്ക് വല്ല ലോട്ടറി അടിച്ചാലോ, പക്ഷെ ഒരു റിസ്ക് ഉണ്ട്. അത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. അപ്പൊ മണി റിലേറ്റഡ് റിസ്ക്. അപ്പൊ നമുക്ക് ഓഡിറ്റർ മനസ്സിലാക്കണം എന്താണ് മാനേജ്മെന്റ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ് അല്ലെങ്കിൽ കൺട്രോൾസ് ഫോർ മാനേജിങ് ദ ഫിനാൻഷ്യൽ റിസ്ക്. ഇപ്പൊ നോക്ക്, ക്രെഡിറ്റ് വർത്തിനെസിന്റെ ഭാഗമായിട്ട് ബാങ്ക് എൻഷുർ ചെയ്യുന്ന ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ബോറോവർ എൻഷുറിന്റെ ഭാഗമായിട്ട് ബാങ്ക് സിബിൽ സ്കോർ മേടിക്കാറുണ്ട് ഇത്ര കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. അതെന്തോ ഒരു കൺട്രോൾ അല്ലേ? ഇപ്പൊ സിബിൽ സ്കോർ നല്ലതാണെങ്കിൽ ഒബ്വിയസ്ലി അയാൾ നല്ലപോലെ റീപേ ചെയ്യുന്ന ഒരാളാന്നുള്ള ഒരു മീനിങ് അല്ലേ? അപ്പൊ നോക്ക്, അപ്പൊ അതാണ് അവിടുത്തെ പ്രൊസീജിയർ. അപ്പൊ ഓഡിറ്റർ എന്ത് ചെയ്യണം? ബാങ്ക് ഈ ഫിനാൻഷ്യൽ റിസ്ക് ആസ് വെൽ ആസ് ഓപ്പറേഷണൽ റിസ്ക് മിനിമൈസ് ചെയ്യാൻ എന്തൊക്കെ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോസസ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇപ്പൊ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫിനാൻഷ്യൽ റിസ്ക് മോണിറ്ററി റിലേറ്റഡ് റിസ്ക് ആണെങ്കിൽ ഓപ്പറേഷൻ റിസ്ക് എന്താ? നോൺ മോണിറ്ററി റിലേറ്റഡ് റിസ്ക്. ഇപ്പൊ നോക്ക്, റിക്രൂട്ടിംഗ് ഇൻഎഫിഷ്യന്റ് എംപ്ലോയീസ്. അതെന്താ? ഒരു ഓപ്പറേഷണൽ റിസ്ക് അല്ലേ? റിക്രൂട്ടിംഗ് ഇപ്പൊ നോക്കി, ഇൻഎഫിഷ്യന്റ് എംപ്ലോയീസിനെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉടായിപ്പായിരിക്കും, അല്ലെങ്കിൽ മടിയനായിരിക്കും. അതുകൊണ്ട് ബാങ്കിന്റെ ഓപ്പറേഷൻ ഡേ ടു ഡേ ഓപ്പറേഷൻ നേരം പോലെ വർക്കോ ഇല്ല. അപ്പോ ഈ ഇൻഎഫിഷ്യന്റ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫേക്ക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് എംപ്ലോയീസ് കയറുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത്തരം ഓപ്പറേഷൻ റിസ്ക് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ഇത്ര ആര്? ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പഠിച്ച കോളേജിൽ വിളിച്ച് ചോദിക്കുക, കോളിംഗ് ഏതാ കോളേജ്, അല്ലെങ്കിൽ മുന്നത്തെ വർക്ക് പ്ലേസിൽ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്, ഇങ്ങനെ ഈ ആള് അവിടെ പ്രോപ്പർലി വർക്ക് ചെയ്തോന്നുണ്ടോ എന്നുള്ളത്. ഈ സെലക്ട് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്ന ബാങ്ക് മുന്നത്തെ എംപ്ലോയി വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയിൽ ഏതാ വെച്ചാൽ വിളിച്ച് ചോദിക്കാം. അപ്പൊ നോക്ക്, ഇവിടെ ഉണ്ടല്ലോടാ ഞാൻ ജസ്റ്റ് ഫിനാൻഷ്യൽ റിസ്കിന്റെ ഓപ്പറേഷൻ റിസ്കിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇതാവാം, ഇതല്ലാതെ വേറെയും ഓപ്പറേഷണൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ഇത് നത്തിങ് ബട്ട് രണ്ടും ബാങ്കിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന സംഭവമല്ലേ? അപ്പൊ ഇത്തരം ബാങ്കിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന റിസ്കുകൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രോസസ്സ് അല്ലെങ്കിൽ എന്ത് കൺട്രോൾസുകളാണ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓടിച്ചാൽ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഒപ്റ്റെയിനിങ് സിബിൽ സ്കോർ ഫ്രം കസ്റ്റമർ അല്ലെങ്കിൽ ഡൂയിങ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഇതൊക്കെ എന്താ? ഒരു റിസ്കിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ? അതുപോലെ ഡെവലപ്മെന്റ് ഓഡിറ്റ് മെറ്റീരിയാലിറ്റി. ഓഡിറ്റ് പ്രോഗ്രാം നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഫോർ ദ ടൈമിംഗ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് വെച്ചാൽ ഇപ്പൊ ഇൻവെന്ററി, സെയിൽസിന് ഇന്ന പ്രൊസീജിയർ ചെയ്യണം. അതിങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. നമ്മള് SA 230 ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ജസ്റ്റ് ഒരു ഇമേജ് കാട്ടിയില്ലേ? അതാണ് ഓഡിറ്റ് പ്ലാൻ എന്നുള്ളൊരു മീനിങ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ ഒബ്റ്റെയിൻ ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റെലവന്റ് ബേസ് ഫ്രെയിംവർക്ക് അപ്ലിക്കബിൾ ഫോർ ദ ബാങ്ക്. ഈ ബേസിൽ എന്ന് പറഞ്ഞാൽ ബേസിൽ കമ്മിറ്റി പറഞ്ഞൊരു ഫോറിൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ റൂളാണ് എന്ത്? ബേസിൽ ഫ്രെയിംവർക്ക്. ഈ ബേസിൽ ഫ്രെയിംവർക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് RBI മാൻഡാറ്ററി ചില ബാങ്കിന് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഈ ബേസിൽ ഫ്രെയിംവർക്ക്. അപ്പോൾ ഓരോ ബാങ്കിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള റെലവന്റ് ബേസിൽ ഫ്രെയിംവർക്ക് ഏതാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ? അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ബാങ്കിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അവരുടെ ക്രൈറ്റീരിയ പ്രകാരം അപ്ലിക്കബിൾ ആയിട്ടുള്ള ബേസിൽ ഫ്രെയിംവർക്ക് ഏതാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ? അത് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്ലിക്കബിൾ ആവുന്ന ഫ്രെയിംവർക്ക്, ആ ഫ്രെയിംവർക്ക് തന്നെയാണോ, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നെയാണോ ബാങ്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ റിയാലിറ്റിയിൽ എന്നൊക്കെ എന്ത് ചെയ്യണം? മോട്ടർ ഉറപ്പുവരുത്തണം. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഫ്രെയിംവർക്ക് ഇങ്ങനെ മനസ്സിലാക്കിയത് ഒരു സെറ്റ് ഓഫ് റൂൾസുകളാണ്. അത് സെറ്റ് 1 ഉണ്ട്, സെറ്റ് 2 ഉണ്ട്, 3 ഉണ്ട്. അത് ഓരോ ബാങ്കിനും ഓരോ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഈ ഓരോന്ന് എടുക്കുക വേണ്ടത്. അപ്പൊ ബാങ്ക് അവരുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് കറക്റ്റ് സെറ്റ് ഓഫ് റൂൾ തന്നെയാണോ എടുത്തിട്ടുള്ളത് എന്ന് ആരും എൻഷുർ ചെയ്യണം? ബാങ്ക് ഓട്ടർ എൻഷുർ ചെയ്യണം. ഇതിൽ കൂടുതൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇത്ര തന്നെ ഉള്ളൂ. കൂടുതൽ പറയാൻ കുറെ ഉണ്ട്, പക്ഷെ അതിന്റെ റെലവൻസ് ഇല്ല. അതുകൊണ്ടാണ് ഡിറ്റർമിൻ ദ എക്സ്റ്റെന്റ് ഓഫ് റിലയൻസ് ഓൺ പ്രീവിയസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, RBI റിപ്പോർട്ട്സ്, ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ട് എക്സെട്ര. എന്ന് വെച്ചാൽ ഓഡിറ്റർ തീരുമാനിക്കണം ഈ ബാങ്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഞാൻ എന്റെ പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ വേറെ ആളെ ചെയ്തിട്ട് വെച്ചാൽ ഓഡിറ്റ് ചെയ്തിട്ട് വേറെ ആളുടെ പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ എത്രത്തോളം ഞാൻ റിലേ ചെയ്യണം. അല്ലെങ്കിൽ RBIയും ഒബ്വിയസ്ലി ഓഡിറ്റ് നടത്തും. ഇപ്പൊ നമ്മള്
CA ഓഡിറ്റ് ചെയ്യുന്നു. അതിന് പുറമെ RBI എന്ത് ചെയ്തായിരിക്കും ഓഡിറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ RBI റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇന്റർണൽ ഓഡിറ്റർ, ഇപ്പോൾ കൺകറന്റ് ഓഡിറ്റ് ഒക്കെ, ഇന്റർണൽ ഓഡിറ്റ് കൺകറന്റ് ഓഡിറ്റ് വേറെ വേറെയാണ്. ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്റർലോട്ടർ ഉണ്ട്, എന്തായാലും ഇന്റർലോട്ടർ ഉണ്ടെങ്കിൽ അവരുടെ എന്താണ് റിപ്പോർട്ടും അപ്പൊ ഇതൊക്കെ എത്രത്തോളം റിലേ ചെയ്യണം, ആര് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രീവിയസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും RBI റിപ്പോർട്ട്സും ഇന്റർലോട്ടർ റിപ്പോർട്ടും ഇതിലൊക്കെ എത്രത്തോളം റിലേ ചെയ്യണം, അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യമേ ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ജനറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അല്ലെങ്കിൽ ബാങ്ക് ഓഡിറ്റർ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് ജനറൽ ഇഷ്യൂസ്. ഇനി ഓരോ സംഭവത്തിലായിട്ട് സ്പെസിഫിക് ഇഷ്യൂസുകൾ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. ഓക്കെ അല്ലേ? ഞാൻ പക്കയായി പറഞ്ഞു തന്നിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ സ്പെസിഫിക് ഇഷ്യൂസുകൾ നോക്കാം. വളരെ സിമ്പിൾ കുഞ്ഞു സാധനങ്ങളാണ് പറയുന്നത്. ഞാൻ ഒരു ലൈൻ ബൈ ലൈൻ പറഞ്ഞുതരാം. ഓക്കെ, അഡ്വാൻസസ്. ഇപ്പം ഉണ്ടല്ലോടാ, ഞാനിത് ഇനി ഫുള്ള് ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക്, ഞാൻ ഓഡിറ്റർ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ബാങ്ക്, നീ ഒരാൾക്ക് ലോൺ കൊടുത്തു, നിന്റെ ബാലൻസ് ഷീറ്റിൽ നീ അത് എങ്ങനെ കാണിക്കുക? ഇത് SBIയുടെ ജസ്റ്റ് ഡെമോ എടുത്തതാണ്, ഡെമോ അല്ല, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് കോപ്പി എടുത്തതാണ്. എന്തായിട്ടാ നീ കാണിക്കുക? അഡ്വാൻസ് ആക്കിയിട്ട് കാണിക്കുക. അപ്പൊ നോക്ക്, SBIയുടെ അഡ്വാൻസ് ഇത്ര കോടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഡ്യൂറിങ് ദി ഇയർ നീ ഇത്ര ലോൺ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ലോൺ കിട്ടാണ്ട് നിനക്ക് കസ്റ്റമർ കയ്യിൽ നിന്ന്, അല്ലേ? അപ്പൊ ഈ അഡ്വാൻസ് റിലേറ്റഡ്, ഇപ്പോ ഈ ബാലൻസ് ഷീറ്റിൽ മാനേജ്മെന്റ് അഡ്വാൻസ് ഇത്ര കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ചെക്കിങ് നടത്തണ്ടേ ആര്? ഓഡിറ്റർ. അപ്പൊ ആ ചെക്കിങ് നടത്തുന്ന ഭാഗമായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ പെർഫോം ചെയ്യണം ഓൺ അഡ്വാൻസസ്, അതാണ് ഇവിടെ പറയണത്. Okay, അല്ലേ? On advances made by the bank, an auditor needs to review the following. Ensure that internal control is places on advances made. ഇപ്പൊ നോക്ക്, പ്രോപ്പർ കൺട്രോൾസ് ഇല്ല എന്ന് വെച്ചാല് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റ് ഉണ്ടാവില്ല എന്ന് എൻഷുർ ചെയ്യാനുള്ള പ്രോപ്പർ ഫിനാൻഷ്യൽ റൂൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾസ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലേ, ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലേ വിത്ത് റെസ്പെക്ട് ടു അഡ്വാൻസസ് എന്ന് ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഇപ്പൊ നോക്ക്, സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ലോണ് അക്കൗണ്ട് ചെയ്യണ, ലോണിന്റെ ഡോക്യുമെന്റേഷൻ നടത്തുന്ന അല്ലല്ലോ ലോൺ അക്കൗണ്ട് ചെയ്യുന്നത്. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഇല്ലേ? അപ്പൊ എന്താ, അതൊരു കൺട്രോൾ ആണ്. സച്ച് ദാറ്റ് കറക്റ്റ് എമൗണ്ട്. ഇപ്പൊ നോക്ക്, ലോൺ ഡോക്യുമെന്റ്സ് മേടിക്കുന്ന ആള് തന്നെയാണ് അക്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കി എഴുതുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ലോൺ മേടിക്കുന്ന ഒരാളും അക്കൗണ്ട് ചെയ്യുന്ന വേറെ ആളാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യാം. അപ്പൊ ഇയാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി രണ്ടുപേരും ഇടപെടല്ലേ, അപ്പൊ തെറ്റുണ്ടാവാനുള്ള ചാൻസ് കുറയല്ലേ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇപ്പൊ അതൊരു എക്സാമ്പിൾ ചെയ്താൽ, അതുപോലെ തന്നെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, അതൊക്കെ എന്താണ്, ഒരു കൺട്രോളാണ്. അപ്പോൾ ലോണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ അഡ്വാൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റാവാതിരിക്കാനുള്ള, തെറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കൺട്രോൾസുകൾ ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലേ എന്ന് ആരും എൻഷുർ ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം, ആ ബാങ്കിന്റെ കറസ്പോണ്ടിങ് ഓഡിറ്റർ. അതാണ് ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് ഇന്റർണൽ കൺട്രോൾ, അപ്രോപ്രിയേറ്റ് ഇന്റർണൽ കൺട്രോൾസ് ഇല്ലേ ഓൺ ദ അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ ബാങ്ക്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ഓഡിറ്റർ സ്ക്രൂട്ടനൈസ് ചെയ്യണം സബ്സിഡറി അക്കൗണ്ട്സ്, ലെഡ്ജർ അക്കൗണ്ട്സ്, കൺട്രോൾ അക്കൗണ്ട്സ്. ശരിക്കും പറഞ്ഞാണല്ലോടാ, ഇത് ഇവിടെയാ വരേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം. ഇതിപ്പോ നോക്കടാ, ഇപ്പൊ നോക്ക്, ഇപ്പൊ നീ രാജുവിന് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നീ ലോൺ രാജു പറഞ്ഞിട്ട് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ 50,000 കൊടുത്തെങ്കിൽ ക്യാഷ് എങ്ങനെ എൻട്രി വരാം? ക്യാഷ് ടു രാജു. അപ്പൊ ഇങ്ങനെയല്ലേ ലെഡ്ജർ ബാലൻസ് വരും, 50,000 ബാലൻസ് വരും. നീ ഇപ്പൊ രാമുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50,000 എന്ത് വരും? ബാലൻസ് വരും. അപ്പൊ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ട് പറഞ്ഞ പേരാണ് എന്ത്? സബ്സിഡറി അക്കൗണ്ട്. ഇനി നീ ഉണ്ടല്ലോ ലോൺ അക്കൗണ്ട് സമ്മറി എടുക്കുകയാണ്. ഇപ്പൊ നോക്ക്, ലോൺ അക്കൗണ്ട് ഇതിന്റെ രണ്ടിനും സമ്മറി എടുക്കുക ഒരു ലെഡ്ജർ ആയിട്ട് തന്നെ. അപ്പൊ അത് 1 lakh വരുന്നു, 50,000 1 lakh. അപ്പൊ ഉണ്ട് ഇതില് രാജുവിന്റെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ. അപ്പൊ ഇതാണ് എന്ത്? കൺട്രോൾ അക്കൗണ്ട്. ഇവിടെ ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്നത് ജനറൽ ലെഡ്ജർ ആണ്. ജനറൽ ലെഡ്ജർ പറഞ്ഞാൽ എന്താ? ഇപ്പൊ നോക്ക്, നീ ഇൻഡിവിജ്വൽ ലോണുകൾ, സബ്സിഡറി, അതിന്റെ കൺസോളിഡേറ്റഡ് കൺട്രോള്. ഈ ഈ ലോണ് പോലെ ഇപ്പൊ ഡെപ്റ്ററും ഇതുപോലെ ഉണ്ടായിരിക്കും വേറെ. നീ സബ്സിഡറി അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ടാവും. ഡെപ്റ്റർ സുമേഷ്, ഡെപ്റ്റർ സൂര്യ, അതുപോലെ തന്നെ ഡെപ്റ്റർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഓരോ സബ്സിഡറിയുടെ കൺസോളിഡേറ്റ് ആണ് എന്ത്? കൺട്രോൾ. ഈ കൺട്രോളിന്റെ കൺസോളിഡേറ്റ് ആണ് എന്ത്? ജനറൽ ലെഡ്ജർ. ഇപ്പൊ നോക്ക്, ലോൺ അക്കൗണ്ട് 1 lakh കണ്ട, ഡെപ്റ്റർ 20,000. അപ്പൊ നോക്ക്, ഡെപ്റ്റർ ഇവിടെ 20,000 ഉണ്ടായിരിക്കും കൺട്രോൾ അക്കൗണ്ടിൽ, എന്നാൽ അതിന്റെ സ്പ്ലിറ്റ് സബ്സിഡറി അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും 10,000 മറ്റേ പർട്ടിക്കുലർ പേഴ്സൺസ്. അപ്പൊ നോക്ക്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പൊ ഇതാണ് ഇൻഡിവിജ്വൽ ഉള്ള സബ്സിഡറി, അതിന്റെ കൺസോളിഡേറ്റഡ് കൺട്രോൾ അക്കൗണ്ട്. ഈ കൺട്രോൾ അക്കൗണ്ടിന്റെയും കൺസോളിഡേറ്റഡ് ആണ് എന്ത്? ജനറൽ ലെഡ്ജർ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ
എന്തൊക്കെ എന്ത് ചെയ്യാ ഓഡിറ്റർ ക്രോസ് ചെക്ക് ചെയ്യാ. ഇതിൽ കാണുന്നതന്നെയല്ലേ. ഇപ്പൊ നോക്കി 50,000 കൂട്ടുമ്പോ 1 lakh തന്നെയല്ലേ വരുന്നത്. ഇവിടെ 1,10,000 ആണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഇൻഡിവിജ്വലി കാണാനായിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനിയിപ്പോ ഈ ലോൺ അക്കൗണ്ട് 1 lakh, ഡെപ്റ്റർ 1 lakh, അല്ല ഡെപ്റ്റർ 20,000. അപ്പൊ നോക്ക് ഇതും കൂട്ടുമ്പോഴതായിരിക്കണം ഇതിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാ, അത്ര ഉദ്ദേശിക്കണുള്ളൂ. ഓക്കെ, എൻഷുവർ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് അക്കൗണ്ട്, ലൈക്ക് പ്രോപ്പർ ഡോക്യുമെന്റ് ബാങ്ക് കസ്റ്റമറിൽ നിന്ന് മേടിച്ചിട്ടില്ലേ, ആധാർ പാൻ കാർഡ് ഒക്കെ ഓഡിറ്റർ എൻഷുർ ചെയ്യുക. ഒരുപാട് റൂൾസുകൾ ഉണ്ടായിരിക്കും. ഒരു ലോണ് ബാങ്കിനോട് വെറുതെ കൊടുക്കാൻ പറ്റില്ല. ഇത്ര ഡോക്യുമെന്റ്സ് കസ്റ്റമറിൽ നിന്ന് മേടിക്കണം. മിനിമം കുറച്ച് റൂൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഫോളോ ചെയ്തിട്ടില്ലേ ഓഡിറ്റർ നോക്കുക, ബാങ്ക് ഫോളോ ചെയ്തിട്ടില്ലേന്ന്. സ്ക്രൂട്ടനൈസ് ഓവർ ഡ്യൂ അക്കൗണ്ട് ആൻഡ് സ്കീം ഫോർ റിക്കവറി വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വല്ല അക്കൗണ്ടുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ, അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് കിട്ടാത്ത വല്ല എമൗണ്ടുകൾ, അതാണ് ഓവർ ഡ്യൂ അക്കൗണ്ട്. ഇപ്പൊ നിന്റെ ബാങ്കിൽ അങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ നിന്റെ പ്ലാൻ എന്താ, അതൊക്കെ എന്ത് ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ചെക്ക് ചെയ്യുക ആ ഓഡിറ്റർ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു നിന്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അഡ്വാൻസസ് ഓഡിറ്റർ ആയിട്ടുള്ള ഞാൻ എന്തൊക്കെ നോക്കണം, നീ പ്രോപ്പർ കൺട്രോൾസ് ലോൺ റിലേറ്റഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, ടു എൻഷുർ ദ ലോൺ ഈസ് നോട്ട് മിസ്റ്റേറ്റഡ്, അഡ്വാൻസ് ഈസ് നോട്ട് മിസ്റ്റേറ്റഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ നിന്റെ അക്കൗണ്ടുകൾ നോക്കാം, നീ പ്രോപ്പർ ഡോക്യുമെന്റ്സ് വെച്ചിട്ടില്ലേ നോക്കാം, നിന്റെ ഓവർ ഡ്യൂ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ നിന്റെ പ്ലാൻ എന്താ എന്നൊക്കെ ഞാൻ അന്വേഷിക്കുക. നീ അത് റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നീ അങ്ങനെ റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ എൻവയറമെന്റ് ശരിയല്ലാന്നാ. അപ്പൊ നിന്റെ ഈ ഒരു സ്വഭാവമായിരിക്കും ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സിലും. അപ്പൊ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്കിന്റെ ഹയർ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്യാഷ് ഇൻ ഹാൻഡ് റിലേറ്റഡ്. ഇപ്പൊ നോക്ക്, കണ്ട ക്യാഷ്. അപ്പൊ ഇത് റിലേറ്റഡ് എന്തൊക്കെ ഓഡിറ്റർ ചെക്ക് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ബാങ്ക്. എൻഷുർ ദ ഇന്റർനെറ്റ് കൺട്രോൾ ഇൻ പ്ലാൻസ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ലക്കി ഭാസ്കർ മൂവിയിൽ 2 പേര് 2 പേര് കൂടിയിട്ടാണ് ക്യാഷ് എടുത്ത് വെക്കുക. 2 അല്ല 3 പേര്. അപ്പൊ നോക്ക്, ഇതൊക്കെ എന്തൊരു കൺട്രോളാണ്. അപ്പൊ ഓണർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ക്യാഷ് എടുത്ത് വെക്കുമ്പോൾ എപ്പോഴും 3 ആൾക്കാർ പോകണം. അപ്പൊ നോക്കി, ഇയാൾ ഉടായ്പ കാട്ടിയാല്, ദുൽഖർ ഉടായ്പ കാട്ടിയാല് ഇയാൾ പിടിക്കും, ഇയാൾ ഉടായ്പ കാട്ടിയാൽ ഇയാൾ പിടിക്കും. നീ അല്ലെങ്കിൽ 3 പേരും ഉടായ്പ കാണിക്കണം. അത് എന്താണ്, ഇൻഹർ ലിമിറ്റേഷൻ ആണ്. അത് ഓഡിറ്റ് റിസ്ക് ആണ്. അതൊരു കൺട്രോൾ റിസ്ക് ആണ്. കൺട്രോൾ റിസ്ക്കും ഇൻഹറന്റ് റിസ്ക്കും കൂടുതലല്ലേ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റും ഡിറ്റക്ഷൻ റിസ്ക്കും കൂടുതലല്ലേ ഓഡിറ്റ് റിസ്ക്. അപ്പൊ 3 ആൾക്കാർ, അതാണ് ഇന്റർണൽ കൺട്രോള് 100% തെറ്റുണ്ടാവില്ല എന്നൊരു അഷുറൻസ് തരുന്നില്ല എന്ന് അതാണ് പറയണത്. ഓക്കെ, വിസിറ്റ് ദ ബാങ്ക് ബ്രാഞ്ച് ആൻഡ് ഇൻസ്പെക്ട്. ഓക്കെ, ഓഡിറ്റർ ബാങ്കിലത്തെയും എന്ത് ചെയ്യുക, ബാങ്കിന്റെ ബ്രാഞ്ചസുകൾ വിസിറ്റ് ചെയ്യുക. അവിടെ ഫിസിക്കൽ ക്യാഷ് എണ്ണി നോക്കുക, ഫിസിക്കലി എണ്ണ, എന്നിട്ട് അത് തന്നെ ബുക്സിൽ നോക്കുക, ടാലീസ് വിത്ത് ക്യാഷ് ബുക്ക്, വെരിഫൈ ഫോറിൻ കറൻസി. ഇപ്പൊ നോക്ക്, ഇപ്പോ നോക്ക്, ഞാൻ SBI ഹെഡ് ഓഫീസാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ, ഇംപ്ലോയിഡ് ആണ്. അത് ബ്രാഞ്ചസ് ഉണ്ട്, ബ്രാഞ്ചസ് കൂടി കൺസോളിഡേറ്റഡ് ആയിരിക്കും, ഇൻക്ലൂഡ് ചെയ്തായിരിക്കും, അത് ഇംപ്ലോയിഡ് ആണ്. അപ്പൊ ഈ ബ്രാഞ്ചസ്, ഇപ്പൊ UK-ലാണ് ഒരു ബ്രാഞ്ച് വിചാരിക്കുക, അവിടെ $100 ആണ് എന്ത്, പൗണ്ടിലെ ബാലൻസ് ഉണ്ടായിരിക്കാലോ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ. അപ്പൊ അത് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 crore ആവണമെങ്കിൽ ആ കൺവേർട്ട് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഡേറ്റിലായിരിക്കും. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താ 31st മാർച്ചിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ബ്രാഞ്ചിലത്തെ ബാലൻസ് നമ്മൾ ഇന്ത്യയിലത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റുപ്പീസിലെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഈ പൗണ്ടിനെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് 31st മാർച്ചിലത്തെ കൺവേർഷൻ റേറ്റിലായിരിക്കണം. അപ്പൊ നോക്കി, ഇപ്പോൾ 100 പൗണ്ടിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 crore എന്ന് വിചാരിക്കുക. അപ്പൊ 100 crore ഓൾറെഡി ഹെഡ് ഓഫീസിന്റെ 100 crore ഉണ്ട് വിചാരിക്കുക. ഈ ബ്രാഞ്ചിന്റെ 100 ഡോളറിനെ കൺവേർട്ട് ചെയ്തപ്പോൾ 1 crore ആയി. അപ്പൊ 100 + 1 crore അതായിരിക്കണം ഈ ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെരിഫൈ ദ ഫോറിൻ കറൻസി എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോ ഈ ഹെഡ് ഓഫീസിന് ഇന്ന ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കുറച്ച് ഫോറിൻ കറൻസി ഉണ്ടെങ്കിൽ ആ ഫോറിൻ കറൻസി ഹെഡ് ഓഫീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് 31st മാർച്ചിലത്തെ ആ കൺവേർഷൻ റേറ്റിലല്ലേ എന്നൊക്കെ എന്ത് ചെയ്യണം, മോട്ടർ ഇൻഷുർ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ അക്കൗണ്ട്സിൽ AS ലെവലൊക്കെ പഠിക്കേണ്ടതാണ് ഒരു അസംഷൻ. ഓക്കെ, അതുപോലെ തന്നെ ബാലൻസ് വിത്ത് RBI. ദ ഓഡിറ്റർ ഷുഡ് ഇൻസ്പെക്ട് ദ ലെഡ്ജർ ബാലൻസ് വിത്ത് ബാങ്ക് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം RBI ആൻഡ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നോക്കടാ, ഇപ്പൊ ഇവിടെ നോക്ക്, ബാലൻസ് വിത്ത് RBI. നമുക്കറിയാം ഓരോ ബാങ്കിനും ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു റൂളാണ്. അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന് ഇത്ര എമൗണ്ട് RBIക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ട്. അത് റൂളാണ് എല്ലാ ബാങ്കിലും. അപ്പോ എല്ലാ ബാങ്കിന്റെയും ബാലൻസ് ഷീറ്റിൽ RBIയുടെ കയ്യിൽ 50 കോടി ഉണ്ട്, ആ ഒരു മീനിങ്ങിൽ ഒരു ബാലൻസ് കാണും. അപ്പോ RBIയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും ഈ ബാങ്കിന്റെ 50 കോടി കിട്ടിയിട്ടുണ്ടെന്ന് ആയിരിക്കണ്ടേ.
ഉണ്ടാവേണ്ടത്. അപ്പോ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നപ്പോൾ SBI ബാങ്ക് വിചാരിക്കുക. SBI ബാങ്കിൽ RBIയിൽ 50 കോടി ബാലൻസ് ആണ് കാണിക്കുക വിചാരിക്കുക. ക്യാഷ് റേഷ്യോയിൽ എന്ത് ഫോർമാറ്റിലോ ക്യാഷ് റേഷ്യോന്റെ ഭാഗമായിട്ട് RBIയിൽ 50 കോടി ഇട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗമായിട്ട് 50 കോടി ഇട്ട് വിചാരിക്കും. ആര് RBIയിൽ. അപ്പോൾ RBIയുടെ ബുക്സിലും SBIയുടെ നിന്ന് കിട്ടിയത് 50 കോടി ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഓഡിറ്റർ എനിക്ക് RBIയുടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാം, ഇന്ന ബാങ്കിൽ എത്രയാണ് നിങ്ങളുടെ ബുക്സിൽ കാണിക്കുന്നത് RBIനോട് എനിക്ക് ചോദിക്കാം, ഓഡിറ്ററെ എനിക്ക് മെയിൽ അയക്കാം. ഓക്കെ. അപ്പോൾ ഓഡിറ്റർ ഷുഡ് ഇൻസ്പെക്ട് ദ ലെഡ്ജർ ബാലൻസ്. വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ബാങ്കിലത്തെ ലെഡ്ജർ ബാലൻസിനെ ബാങ്ക് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് RBIയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതായിട്ട് കൺഫേം ആക്കണം. അപ്പോൾ അതിൽ 50 കോടിയാണെങ്കിൽ ഓക്കെ, വിഷയമില്ല. അതുപോലെ തന്നെ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഏത് ബാങ്കാണ് ഓഡിറ്റ് ചെയ്യുന്നത് ആ ബാങ്കുകാരുടെ ചോദിച്ചു മേടിക്കണം. ഓക്കെ അല്ലേ. അത് ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സ്. ഇവിടെ ഈ അതർ ബാങ്ക്സ് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഏത് ബാങ്കിനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് ആ ബാങ്കിന് തന്നെ ബ്രാഞ്ച്, അതിനെയാണ് ഇവിടെ അതർ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് നോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാവ് ബീൻ ടേക്കൺ ടു എക്സ്പെൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിലുള്ള SBIയുടെ ഹെഡ് ഓഫീസാണ്. ഹെഡ് ഓഫീസ് എവിടെ? ഡൽഹിയിൽ. ഈ ഈ ഹെഡ് ഓഫീസിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എന്താണ് അത് ഇംപ്ലൈഡ് ആണ്? എന്ത് ബ്രാഞ്ച് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ ഹെഡ് ഓഫീസിന്റെ സ്റ്റാൻഡേർഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ അത് ഇംപ്ലൈഡ് ആണ്. എന്ത് ബ്രാഞ്ച് കൂടി ഇൻക്ലൂഡഡ് ആണ്. കാരണം ബ്രാഞ്ച് ഈസ് എ പാർട്ട് ഓഫ് ഹെഡ് ഓഫീസ്. അങ്ങനെയാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി പോലെ അല്ല. സബ്സിഡറി ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി എൻറ്റിറ്റിയിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ള പോലെ സെപ്പറേറ്റ് അല്ല ഹെഡ് ഓഫീസും ബ്രാഞ്ചും. ഓക്കെ. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഉള്ളില് ഇപ്പൊ നോക്ക്, ഈ ഹെഡ് ഓഫീസ് SBI ഹെഡ് ഓഫീസ് ഡൽഹി ഒരു 40 ലക്ഷം ഡെപ്പോസിറ്റ് ഇട്ടു. എവിടെ? കേരളയുടെ ബ്രാഞ്ചില്. അപ്പൊ ഈ കേരള ബ്രാഞ്ച് സംബന്ധിച്ച ലൈബിലിറ്റി ആണ്, ഇവരെ സംബന്ധിച്ച് അസറ്റ് ആണ്. പക്ഷെ അതിലൊരു റെലവൻസ് ഉണ്ടാ? ഇപ്പൊ നോക്ക്, ഹെഡ് ഓഫീസ് SBI വേറെ വല്ല സ്ഥലത്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, ഒരു എക്സ്റ്റേണൽ റവന്യൂ കിട്ടുന്നു. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഡെപ്പോസിറ്റ് ഇട്ടു, എന്നിട്ട് ഈ SBI കേരള ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതിൽ വലിയ റെലവൻസ് ഉണ്ടാ? ഇത് എല്ലാതും ഓണർ ഒരാൾ തന്നെയല്ലേ. അപ്പൊ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാഷ് അറേഞ്ച്മെന്റ് അല്ലേ? അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒരു 1 ലക്ഷം ഈ 40 ലക്ഷത്തിന് മേലെ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് കരുതിയിട്ട് അത് ഈ ഹെഡ് ഓഫീസിന്റെ ഒരു റവന്യൂ ആക്കി കാണിക്കുന്ന ലോജിക് ഉണ്ടാ? ഒരു എക്സ്റ്റേണൽ റവന്യൂ പോലെ ആവോ? അല്ല, അതൊരു ഇൻഫ്ലേഷൻ, ജസ്റ്റ് ഒരു ഇൻഫ്ലേറ്റിംഗ് ചെയ്യണ പോലെ ആയിരിക്കല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഇവരൊരു ഇൻട്രസ്റ്റ് ഇപ്പൊ ഇവർ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് വിചാരിക്കും. അപ്പൊ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പൊ ഹെഡ് ഓഫീസ് ഇൻട്രസ്റ്റ് കൊടുത്തു, അത് എക്സ്പെൻസ് ആയി കാണിക്കാൻ ലോജിക് ഉണ്ടാ? ഇല്ല. അതൊക്കെ കാരണം അതൊരു ജസ്റ്റ് ഇന്റേണൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ബാലൻസ് വിത്ത് അതർ ബാങ്ക് ഉണ്ടാകുമ്പോൾ ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് നോ ഡെബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ഡെബിറ്റാ. എന്നാ ഇയാൾക്ക് ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്തൊരു ക്രെഡിറ്റാ. അപ്പൊ നോക്ക്, നമ്മൾ ഇത് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെബിറ്റ് ആയിക്കോട്ടെ അത് എക്സ്പെൻസ് ആക്കി കാണിക്കരുത്, ക്രെഡിറ്റ് ആയിക്കോട്ടെ അത് ഇൻകം ആക്കി കാണിക്കരുത്. കാരണം ഏത് ഈ ഇന്റേണൽ ഇങ്ങനെ ബ്രാഞ്ചുകൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസ് തമ്മിലുള്ള ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കും റവന്യൂ അക്കൗണ്ടിലേക്കും എടുത്തിട്ടില്ലല്ലോ എന്ന് ആരും എൻഷുർ ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ എക്സാമിൻ ദ ലാർജ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസ് വിത്ത് ബാങ്ക് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഇത് ഈ ബ്രാഞ്ചസ് UK വിചാരിക്കും. അപ്പൊ ഇവരായിട്ട് വല്ല ലാർജ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വല്ല ലാർജ് ബാലൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇപ്പൊ ഇവരുടെ ഈ ഹെഡ് ഓഫീസിൽ ഫോറിൻ ബ്രാഞ്ചിന്റെ വല്ല ലാർജ് ബാലൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ലാർജ് ബാലൻസ് ട്രാൻസാക്ഷൻസും ഒബ്വിയസ്ലി ലാർജ് ട്രാൻസാക്ഷൻ ബാലൻസസ് വിത്ത് ദി ബാങ്ക് ചെന്നാൽ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ, അതൊക്കെ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. കാരണം ലാർജ് എമൗണ്ട് അല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ലാർജ് ബാലൻസസ് വലുതുണ്ടെങ്കിൽ അത് നമുക്ക് ഹെഡ് ഓഫീസിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബ്രാഞ്ചസിന്റെ എമൗണ്ടും കാണിക്കണ്ടേ, ലൈക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പൊ അത് കൺവേർട്ട് ചെയ്തതിലേക്കും ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ മേലെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ. എൻഷുർ ദാറ്റ് ലാർജ് ബാലൻസസ് ആർ കൺവേർട്ടഡ്, അല്ലെങ്കിൽ ലാർജ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ലാർജ് ബാലൻസ് ആർ കൺവേർട്ടഡ് ടു ദ മാർക്കറ്റ് റേറ്റ് ആസ് ഓൺ ദ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഡേറ്റ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ. ഇനി മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഹി ഷുഡ് എൻഷുർ ദാറ്റ് ഓക്കെ. ഈ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാങ്ക് ടു ബാങ്ക് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോ നമുക്ക് SBI, ഇപ്പൊ നീ SBI ബാങ്ക്, നിനക്കുണ്ടല്ലോടാ കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്, ഇറ്റ്സ് ഓൺ ദ സ്പോട്ട് ആവശ്യമുണ്ട്. അപ്പൊ നീ ഫെഡറൽ ബാങ്കിനെ വിളിച്ചിട്ട് പറയാണ് ഇപ്പൊ ഒരു 50 ലക്ഷം ആവശ്യമുണ്ട്, ഒരു 3 ദിവസത്തെ അതിന് തരാം. അപ്പൊ നമുക്ക് ഒരു ഷോർട്ട് നോട്ടീസിൽ ഞാൻ കോൾ ചെയ്യുമ്പോൾ എനിക്ക് എമൗണ്ട് കിട്ടണു, എന്നാൽ ഒരു 2-3 ദിവസത്തിൽ റീപേ ചെയ്യും. അതാണ് എന്ത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഓക്കെ.
ഇപ്പൊ എക്സാമിൻ സിസ്റ്റം ഓഫ് ഓതറൈസേഷൻ ഫോർ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഈ SBI ആയി നിനക്ക് ഈ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നുള്ള രീതിയിൽ വേറെ വല്ല ബാങ്കിൽ നിന്ന് ചെറിയ എമൗണ്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ SBIയിൽ കുറച്ച് ആൾക്കാരെ ഓതറൈസ് ചെയ്യണം. അപ്പോൾ ആ ഓതറൈസ് ചെയ്യാൻ ഏൽക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അധികാരപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഓതറൈസേഷൻ ഫോർ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് അതെന്താന്ന് ഓഡിറ്ററായ ഞാൻ മനസ്സിലാക്കണം. നിന്റെ ബാങ്കിലത്തെ മണി അറ്റ് കോൾ അറ്റ് ഷോർട്ട് നോട്ടീസ് നിന്റെ ബാങ്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇന്ന ആൾക്കാർ ഓതറൈസ് ചെയ്യണം എന്നൊരു റൂൾ ഉണ്ടായിരിക്കും. ആ ബോർഡ് ഓഫ് ഡയറക്ടർ പറയാ അത് ആ ഓതറൈസേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ചിലപ്പോൾ CEO ഓതറൈസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാ വെച്ചാൽ ഓഡിറ്ററായി ഞാൻ മനസ്സിലാക്കാം. എൻഷുർ ദാറ്റ് കോൾ ലോൺ മെയ്ഡ് ബൈ ദ ബാങ്ക് ആർ നോട്ട് നെറ്റഡ് ഓഫ് അഗേൻസ്റ്റ് ദ കോൾ ലോൺ റിസീവ്ഡ് ബൈ ഇറ്റ്. ഇപ്പൊ നോക്കടാ, നീ വേറെ വല്ലവരുടേക്കൊന്നും ഇങ്ങനെ കോൾ ലോൺ അല്ലെങ്കിൽ മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസ് എടുത്തിട്ടുണ്ടായിരിക്കും. കോൾ ലോൺ അല്ലെങ്കിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് സെയിം മീനിങ് ആണ്. നീ വല്ലയിടത്തും എടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിന്റെ കയ്യിൽ നിന്ന് വേറെ വല്ലതും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് നെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ് നീ കാണിക്കരുത്. നീ വേറെ ആരുടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ ലൈബിലിറ്റി ആയിട്ട് സെപ്പറേറ്റ്ലി കാണിക്കണം. നീ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റ് ആയിട്ട് സെപ്പറേറ്റ്ലി കാണിക്കണം. എൻഷുർ ദാറ്റ് മണി മാർക്കറ്റ് ലെൻഡിങ്, ഇവിടെ മണി മാർക്കറ്റ് ലെൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, മണി മാർക്കറ്റ് ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ബ്രോഡർ ടേം ആണ്. വിച്ച് ഇൻക്ലൂഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബിൽസ്, ടേം മണി എക്സെട്ര. അതൊക്കെ ഒരു കുറച്ച് സമയത്തിന് കടം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സുകളാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞ എന്താ, എൻഷുർ ദാറ്റ് മണി മാർക്കറ്റ് ലെൻഡിങ് ഫോർ മോർ ദാൻ 60 ഡേയ്സ് ആർ നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ ദിസ് ഹെഡ് ആസ് എ ഡെപ്പോസിറ്റ് ഓർ അഡ്വാൻസ്. എന്ന് വെച്ചാൽ ബട്ട് ആസ് എ ഡെപ്പോസിറ്റ് ഓർ അഡ്വാൻസ് ആയി കാണിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ നോക്ക്, ഇപ്പൊ ഇവിടെ നോക്ക്, ബാലൻസ് ഷീറ്റിൽ നോക്ക്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട് എന്നാ. അപ്പോ ഇപ്പോ ഞാൻ ഉണ്ടല്ലോടാ, ഇപ്പൊ ഞാൻ SBI, ഞാന് വേറൊരാൾക്ക് എന്താ, ഇപ്പൊ ഞാൻ SBI ബാങ്ക്, ജസ്റ്റ് ഞാൻ പറയുന്നത് ഞാൻ SBI ബാങ്ക്, നീ ഫെഡറൽ ബാങ്ക്, നീ എന്റെ കയ്യിൽ നിന്ന് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് നീ എന്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് മേടിച്ചു. അത് 6 ദിവസം വരെ നീ അതിന് റീപേ ചെയ്യാൻ എടുത്തോളൂ എന്നുണ്ടെങ്കിൽ, 6ാമത്തെ ദിവസത്തിൽ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എന്താക്കി കാണിക്കാം, മണി അറ്റ് കോൾ നോട്ടീസ് പറഞ്ഞ അസറ്റ് ആക്കി കാണിക്കാം. പക്ഷെ 6 ദിവസമായിട്ട് നീ എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാനത് നിനക്കൊരു ഷോർട്ട് നോട്ടീസിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തിന് തന്ന ലോണായിട്ട് ട്രീറ്റ് ചെയ്യരുത്, അഡ്വാൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ നോർമലി കസ്റ്റമേഴ്സിന് കൊടുക്കില്ല, അതുപോലെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്ക്, എൻഷുർ ദാറ്റ് ദ മണി മാർക്കറ്റ് ലെൻഡിങ്, ഇവിടെ മണി മാർക്കറ്റ് ലെൻഡിങ് ഒരു ബ്രോഡർ ടേം ആണ്. ഇവിടെ ഈ കോൺടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് തന്നെ. പക്ഷെ എക്സാമിന് ഇതും ഇങ്ങനെ തന്നെ എഴുതണം. എൻഷുർ ദാറ്റ് മണി മാർക്കറ്റ് ലെൻഡിങ് ഫോർ മോർ ദാൻ 60 ഡേയ്സ് ആർ നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ ദിസ് ഹെഡ് ബട്ട് ആസ് ഡെപ്പോസിറ്റ് ഓർ അഡ്വാൻസ്. എന്ന് വെച്ചാൽ ഫെഡറൽ ബാങ്ക് ആയി നീ SBI ആയി എന്റെ കയ്യിൽ നിന്ന് മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസിൽ കുറച്ച് എമൗണ്ട് മേടിച്ചു. നീ അത് 6 ദിവസത്തിന് ആവുമ്പത്തിനും 6 ദിവസത്തിന് അന്നോ അതിന് ശേഷം എനിക്ക് റീപേ ചെയ്യണമെങ്കിൽ എനിക്ക് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആയിട്ട് കാണിക്കാം. 6 ദിവസം കഴിഞ്ഞാലോ ഞാൻ അഡ്വാൻസ് ആക്കി കാണിക്കണം. എന്റെ ബുക്സിൽ അസറ്റിൽ അഡ്വാൻസ് ആക്കി ഞാൻ കാണിക്കാം. നോർമൽ ഒരു കസ്റ്റമർക്ക് കൊടുക്കണ പോലെ അഡ്വാൻസോ ഡെപ്പോസിറ്റോ. ഓക്കെ, ഇങ്ങനെ വെച്ചാല് അഡ്വാൻസ് ആണ് കാണിക്കേണ്ടത്. ഇത് സെലിമിറ്റിൽ നിങ്ങളുണ്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റർ ഹാസ് എൻഷുർ ദാറ്റ് ഫോളോയിങ് ഫിക്സ്ഡ് അസറ്റ് ഓഫ് ദ ബാങ്ക്. ഇതൊക്കെ നോർമൽ സംഭവങ്ങൾ. എൻഷുർ ദാറ്റ് അക്കൗണ്ടിങ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ്, ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് അഡിക്വേറ്റ്, ഷെഡ്യൂൾ ഓഫ് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ മുന്നേ ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ പഠിച്ചത്. എക്സാമിൻ സെയിൽ ഡീഡ്, സെയിൽ അഗ്രിമെന്റ്, ആ സെയിൽ അഗ്രിമെന്റിൽ കാണുന്ന എമൗണ്ട് തന്നെയല്ലേ സെയിൽ ഓഫ് അസറ്റ് ആക്കി കാട്ടിയിട്ടുള്ളത്. റീവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഒക്കെ പ്രോപ്പർ ഏസ് പ്രകാരം ഡീൽ ചെയ്തിട്ടില്ലേ. കംപ്ലൈൻസ് ഓഫ് സെക്ഷൻ 9. സെക്ഷൻ 9 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 9 ഉണ്ടല്ലോ അവിടെ, ഡീൽസ് വിത്ത് ദ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബാങ്കിന്റെ ബിൽഡിംഗ് അതൊക്കെ ബാങ്കിങ് അസറ്റാ. ബാങ്ക് ചെയ്യണമെങ്കിൽ നിർബന്ധം. അല്ലാതെ ഇപ്പൊ കുറെ സ്ഥലത്ത് ലാൻഡ് വെച്ചിട്ട് ഉള്ള ലാഭം വെച്ച് അതൊക്കെ എന്താ നോൺ ബാങ്കിങ് അസറ്റ് ആണ്. അപ്പൊ ഈ നോൺ ബാങ്കിങ് അസറ്റുകൾ ഒരു ബാങ്കിന് 7 വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാൻ പാടില്ല. അൺലെസ് RBIക്ക് എന്തെങ്കിലും എക്സ്റ്റൻഷൻ കൊടുക്കാൻ സിനാരിയോ. അതാണ് ഈ സെക്ഷൻ 9 ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 9 എന്താ ഡീൽ ചെയ്യുന്നൊന്നും പഠിക്കണ്ട. ആ സെക്ഷൻ 9 പ്രോപ്പർലി ബാങ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. സിമ്പിൾ അല്ലേ? He should ensure that amount has been properly disclosed as borrowing within India. Okay, ബോറോയിങ്ങിന്റെ കേസിൽ വിത്തിൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി കാണിക്കണം. ഇപ്പൊ ഇവിടെ നോക്ക്, ബോറോയിങ്സ് ഇവിടെ ഒരു ഒറ്റ എമൗണ്ട്. ഓക്കെ, ഡിസ്ക്ലോസ് ചെയ്യണം എന്നാ പറഞ്ഞത്. വെച്ചാൽ നോട്ട്സ് അക്കൗണ്ട്സിൽ കാണിക്കണം. അപ്പൊ ബോറോയിങ് നോക്ക് എത്ര, 56 lakh. എത്ര ഇവിടെ ഷെഡ്യൂൾ നമ്പർ 4. നമുക്ക് ഷെഡ്യൂൾ നമ്പർ 4 നോക്കി വെക്കാം. ആ ഷെഡ്യൂൾ നമ്പർ 4 ഇവിടെ, ആ ഷെഡ്യൂൾ നമ്പർ 4 നോക്കി കണ്ട, ബോറോയിങ്സ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ സെപ്പറേറ്റ്ലി കാട്ടിയതണ്ട. ഇത് നിങ്ങൾക്ക് SBIയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഗൂഗിളിൽ നിന്ന് കിട്ടും. നീ ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ട സാധനം കാണിച്ചു തരുന്നില്ലേ. ഇനി അത്രയും ഭയങ്കര കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വേണമെന്നുള്ളൊരു കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നല്ലത് തന്നെയാണ്, മോശമൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇനി സാറ് ഓവർ വിചാരിക്കുക, അങ്ങനൊന്നുമില്ല. നിങ്ങൾ സൂപ്പറാ.
എൻഷുർ ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അലൈൻസ് വിത്ത് ദ ബോറോയിങ് ഡ്യൂറേഷൻ. ഇപ്പൊ നോക്ക് നമുക്കറിയാം നോർമലി കൂടുതൽ സമയത്തിന് ഞാൻ ഇപ്പൊ ബാങ്കായി ഞാൻ കൂടുതൽ സമയത്തിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് റിസ്ക് കൂടുതലാ. കാരണം എനിക്ക് കുറെ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഫുൾ എമൗണ്ട് റിക്കവർ ആവാൻ പറ്റുക. അപ്പൊ ഒബ്വിയസ്ലി റിസ്ക് കൂടുതലാകുമ്പോൾ തന്നെ ഞാൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്തോ ഹൈ പറയും ഞാൻ ലോൺ എടുക്കുന്ന ആളോട്. എന്നാൽ പെട്ടെന്ന് എനിക്ക് റീപേയ്മെന്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു 1 ഇയർ താഴെയാണെങ്കിൽ അവിടെ നോർമലി ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എമൗണ്ട് റിക്കവർ ആവും. പ്രിൻസിപ്പൽ എമൗണ്ട് ഞാൻ കൊടുക്കുന്ന എമൗണ്ട്. അപ്പൊ എനിക്ക് എന്താ ഇൻട്രസ്റ്റ് റിസ്ക് കുറവായതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാ ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻഷുർ ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അലൈൻസ് വിത്ത് ബോറോയിങ് ഡ്യൂറേഷൻ. അപ്പൊ ബോറോയിങ് ഡ്യൂറേഷൻ കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നില്ലേ? ബോറോയിങ് ഡ്യൂറേഷൻ കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നില്ലേ? അതൊന്ന് ജസ്റ്റ് എന്ത് ഔട്ടർ നോക്കാം. വെരിഫൈ വെദർ ബോറോയിങ് ഓഫ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആർ പ്രോപ്പർലി ഓതറൈസ്ഡ്. അത് ആ ബോർഡ് ഓഫ് ഡയറക്ടർ ആരാണ് ഓതറൈസ് അധികാരപ്പെടുത്തിയിട്ടുള്ളത് അയാൾ ഓതറൈസ് ചെയ്തിട്ടില്ലെന്ന് നോക്കാം. ഓക്കെ. ഇനി ബാങ്ക് വല്ലോടത്തും ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ല സോറി ബാങ്ക് വല്ലോടത്തും ഡെപ്പോസിറ്റ് എന്നല്ല ബാങ്കിന്റെ ഉള്ളിൽ ആരെങ്കിലും ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻഷുർ ദാറ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് യെറ്റ് ഡ്യൂ ഓൺ ഡെപ്പോസിറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് അണ്ടർ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഇപ്പോ സീ വെദർ ദർ ഇസ് എനി ഇൻസ്റ്റൻസ് ഓഫ് വിൻഡോ ഡ്രസ്സിംഗ്. ഇവിടെ വിൻഡോ ഡ്രസ്സിംഗ് ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത ലാഭം കാണിക്കുന്ന വല്ല ഇൻസ്റ്റൻസ് ഓഫ് സാഹചര്യം ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ബാങ്ക് ഇല്ലാത്ത ലാഭം കാണിക്കുന്ന വല്ല സിനാരിയോസ് ഉണ്ടോ എന്ത് ചെയ്യണം അത് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, ബ്രോഡ് ടൈമിൽ പറയണതാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇപ്പൊ നോക്ക് ഒരു ഡെപ്പോസിറ്റ് ഇട്ടു കസ്റ്റമർ, ഞാൻ ബാങ്ക്, നീ കസ്റ്റമർ, നീ ജനുവരി 1 വന്ന് എന്ത് ഇട്ടു ഒരു ഫിക്സ് FD ഇട്ടു. അപ്പൊ 1 lakh ആണ് FD ഇട്ടത്. കേരള ബ്രാഞ്ച് ആണ് എന്റെ FD ഇട്ടു. 6% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോ ഡെപ്പോസിറ്റ് നമുക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്താം. ജാനുവരി ടുഡേയ്സ് 31 മാർച്ച് ആക്കാം. എന്നാലും അതൊരു ഒരു മാച്ചിങ് ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ നോക്ക് നീ ഇതിപ്പോ ഏതൊരു ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ജനുവരി 1 നീ എന്റെ കയ്യിൽ ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിട്ടു. 1 ലക്ഷം ഡെപ്പോസിറ്റ് ഇട്ടത്, 6% ഇൻട്രസ്റ്റ്. ഡെപ്പോസിറ്റ് നിനക്ക് തിരിച്ചു തരേണ്ടത് ഇയർ എൻഡിലാണ്. ഇപ്പൊ ഇയർ ബിഗിനിങ്ങിലാണ് നീ ഇട്ടത്, ഇയർ എൻഡിലാണ് തരേണ്ടത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 31 മാർച്ചിലാണ്. അപ്പോൾ നോക്കടാ, ശരിക്കും പറഞ്ഞാല് നിനക്ക് ഞാൻ ഈ 1 lakhും പ്ലസ് ഇൻട്രസ്റ്റ് തരേണ്ടത് ഡിസംബറിലാണ്. അപ്പൊ അന്നാണ് എനിക്ക് എന്താവുന്നുള്ളൂ ഡ്യൂ ആകുന്നുള്ളൂ. പക്ഷേ ഇവിടെ നോക്ക് 31 മാർച്ചിന് ഇത് നോക്ക് ഈ കാൽക്കുലേറ്റർ എവിടെ? ഇപ്പൊ ഈ 1 lakhന്റെ 6% എത്ര ഇൻട്രസ്റ്റ് വരാ? 6,000 അല്ലേ വരാ? നമുക്ക് ജസ്റ്റ് ഒരു 12% എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് കാൽക്കുലേഷൻ ഈസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. 1 lakhന് 12% പറഞ്ഞു കഴിഞ്ഞാൽ 12,000 ആണ് എന്തോ ഒരു ഇയറിന് വരുന്ന ഇൻട്രസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസത്തിനും 1000 രൂപയാണ് ഇൻട്രസ്റ്റ് വരേണ്ടത്. അപ്പൊ നോക്ക് 31 മാർച്ച് ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമർ ഏൺ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എത്ര? ജനുവരിയിൽ ഇട്ട് 31 മാർച്ച് ആകുമ്പോൾ 3000 എന്ത് ചെയ്ത് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. പക്ഷെ എന്നാൽ ഞാൻ ഡ്യൂ ആണ്ടാ? ബാങ്കായി ഞാൻ കസ്റ്റമർക്ക് കൊടുക്കാൻ ഡ്യൂ ആയിട്ടുണ്ടാ? അല്ല. അപ്പൊ നോക്ക് ഇതെന്താണ്? ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ് ബട്ട് നോട്ട് യെറ്റ് ഡ്യൂ ഓൺ ഡെപ്പോസിറ്റ്. എന്നാൽ കസ്റ്റമർ ഏൺ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ 3000 രൂപക്ക് ഇപ്പൊ എലിജിബിൾ ആണ്. പക്ഷെ ഞാൻ ഇപ്പൊ കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? അല്ല. കാരണം 31 ഡിസംബറിലാണ് മെച്യൂർ ആവുള്ളൂ. അപ്പൊ നോക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് യെറ്റ് ഡ്യൂ. ഇപ്പൊ നമ്മൾ 31 മാർച്ചിൽ നിൽക്കുന്നത് ഇപ്പൊ ഡ്യൂ ആയിട്ടുണ്ടായില്ല. 31 ഡിസംബർ ആകുമ്പോൾ ഡ്യൂ ആവുള്ളൂ. ഓൺ ഡെപ്പോസിറ്റ് ഇതുപോലത്തെ ഡെപ്പോസിറ്റുകളിൽ ഇതൊന്നും അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കാട്ടിയിട്ടില്ലല്ലോ. ഈ അതർ പ്രൊവിഷൻസിൽ കാട്ടിയിട്ടില്ലല്ലോ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കടാ, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് വരാ. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ബ്രേക്കപ്പ് എവിടെ? ഷെഡ്യൂൾ 5 അല്ലേ? ഷെഡ്യൂൾ 5ന്റെ ഉള്ളില് അതർ കാണിക്കരുത്. എന്താ ഇൻട്രസ്റ്റ് അക്രൂഡ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കാണിക്കണം. എന്ന് വെച്ചാല് ഇപ്പൊ നോക്ക് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ ഓൺ ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് അക്രൂഡ് അങ്ങനെ സെപ്പറേറ്റ്ലി ആ 3000 കാണിക്കണം. അല്ലാതെ ഈ അതർ പ്രൊവിഷണൽ ലൈബിലിറ്റി ഇങ്ങനെ ഒരു ബ്രോഡർ ടേമിൽ എന്ത് ചെയ്യരുത്, കാണിക്കരുത്. എന്ത് ഈ 3000 ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ. ensure that interest accrued but not due on deposit is not recorded under ആ ബ്രേക്കപ്പിലത്തെ അതർ ലൈബിലിറ്റിയിൽ കാട്ടിയിട്ടില്ലല്ലോ. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്നുള്ള സെപ്പറേറ്റ് ഹെഡിംഗിൽ തന്നെയല്ലേ കാട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ബ്രേക്ക് ഡൗൺ കാട്ടിയ പോലെ. ഓക്കെ. ഇനി ക്യാപിറ്റൽ എക്സാമിൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ, എക്സാമിൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ MOA അബൌട്ട് ഇൻക്രീസ് ഇൻ ഓതേഴ്സ് ക്യാപിറ്റൽ. ഇപ്പൊ വല്ല ഓതേഴ്സ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ MOAയിലും വേണ്ട
മാറ്റങ്ങളും കമ്പനി വരുത്തിയിട്ടില്ല ഓഡിറ്റർ നോക്കണം. എക്സാമിൻ ദ പ്രോസ്പെക്ടസ് റിഗാർഡിംഗ് ഇൻക്രീസ് ഇൻ സബ്സ്ക്രൈബ്ഡ് ഓർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പൊ ക്യാപിറ്റൽ കൂട്ടാന്ന് പറഞ്ഞാൽ പുതിയ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും കമ്പനി. ആ പ്രോസ്പെക്ടസ് ഒക്കെ ചെക്ക് ചെയ്യുക, കറക്റ്റ് ഡാറ്റ തന്നെയല്ലേ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. എക്സാമിൻ ദ ബാങ്ക് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഓഫ് എനി ഫ്രഷ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഗവൺമെന്റ്. എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ബാങ്കിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ശരിക്കും ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെയാണോ ശരിക്കും കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ എന്ത് ചെയ്യുക, ഓഡിറ്റർ നോട്ട് ചെയ്യുക. അതിന് ഗവൺമെന്റിന്റെ ലെറ്റർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ എന്താ വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് സപ്പോർട്ടിങ്സ് ഓഡിറ്റർ ചെക്ക് ചെയ്യുക. സച്ച് ദാറ്റ് ബാങ്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാത്ത ഒരു സംഭവം അല്ലല്ലോ ഗവൺമെന്റ് കിട്ടിയതായിട്ട് കാട്ടിയിട്ടുള്ളത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മനസ്സിലായില്ലേ? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഗ്രാന്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാന്റ് ഓതറൈസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വല്ല ലെറ്റർ സപ്പോർട്ടിങ്സ് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അത് ചെക്ക് ചെയ്യുക. ഈ ഗ്രാന്റ് ശരിക്കും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നല്ലേ ബാങ്കിന് കിട്ടിയത് എന്ന് ഓഡിറ്റർക്ക് എൻഷുർ ചെയ്യാൻ. മനസ്സിലായി വിചാരിക്കുന്നു. റിസർവ് സർപ്ലസ് ഒക്കെ കോമൺ പോയിന്റ് ആണ്. റിവ്യൂ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിസർവ്, ചേഞ്ചസ് ഇൻ റിസർവ്സ്, റീസൺസ് ഫോർ അപ്രോപ്രിയേഷൻ ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ ബാങ്ക് ഇൻ റെസ്പെക്ട് ഓഫ് ഫോറിൻ ബ്രാഞ്ച്, എൻഷുർ കംപ്ലീറ്റ്സ് വിത്ത് ഫോറിൻ ലോസ്. ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ്? ബിൽസ് പേയബിൾ. ഓഡിറ്റർ ഷുഡ് ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർണൽ കൺട്രോൾ ഓവർ ബിൽസ് പേയബിൾ. ആദ്യം ബിൽസ് പേയബിൾ എന്താ നമുക്ക് മനസ്സിലാക്കാം. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ടേം ആണ്. ഇപ്പൊ ജസ്റ്റ് മൂന്നെണ്ണം ഞാൻ പറഞ്ഞല്ലോ. എ ലയബിലിറ്റി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദീസ് ഇൻസ്ട്രുമെന്റ്സ് ഈസ് കോൾഡ് ബിൽസ് പേയബിൾ. ഇപ്പൊ നോക്കടാ, ഇപ്പോ ഇതൊരു SBI ബാങ്ക് ഡൽഹി ബ്രാഞ്ച് വിചാരിക്കും. ഈ ഡൽഹി ബ്രാഞ്ചിൽ നിന്ന് ഒരു കസ്റ്റമർ എന്ത് ചെയ്തു? DD മേടിച്ചു. DD എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ DD ഈ കസ്റ്റമർ SBI ഡൽഹിയുടെ കയ്യിൽ നിന്ന് മേടിക്കാന്ന് പറയുമ്പോൾ SBI ഡൽഹി എന്ത് ചെയ്യും? ഈ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ 50,000 രൂപ വിചാരിക്കും, 50,000 രൂപ ഡിഡക്ട് ചെയ്യും. എന്നിട്ട് 50,000 രൂപ ഡിഡക്ട് ചെയ്യുന്നതിന് പകരം SBI ഡൽഹി എന്ത് ചെയ്യും? കസ്റ്റമർക്ക് DD കൊടുക്കും. ഈ DD കസ്റ്റമർ എന്ത് ചെയ്തു? സെല്ലർക്ക് കൊടുത്തു. അപ്പൊ ഈ സെല്ലർ എന്തെങ്കിലും ഗുഡ്സ് കസ്റ്റമർക്ക് കിട്ടുമെന്ന് വിചാരിക്കും. അപ്പൊ സെല്ലർ എന്ത് ചെയ്യും? ഈ സെല്ലർ നേരെ സെല്ലറിന്റെ ബാങ്ക് ആയിട്ടുള്ള SBI കേരള അല്ലെങ്കിൽ തൃശ്ശൂർ കൊച്ചിയ എവിടെ വെച്ചാൽ കൊടുത്തു. അപ്പൊ DD ആദ്യം കസ്റ്റമർ SBIയുടെ കയ്യിൽ നിന്ന് ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ SBI ഡൽഹി ബ്രാഞ്ചിൽ നിന്ന് DD മേടിക്കുമ്പോൾ ഈ DD എന്താണ്? ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് SBIയുടെ പോയിന്റ് ഓഫ് വ്യൂല് നാളെ പേ ചെയ്യേണ്ടി വരില്ലേ SBI കേരളക്ക്? കാരണം SBI കേരളയാണ് എന്ത്? ഈ DD എന്റെ ഈ കസ്റ്റമർ എന്ത് ചെയ്തു? DD സെല്ലർക്ക് കൊടുത്തു. സെല്ലർ എന്ത് ചെയ്തു? കേരള ബ്രാഞ്ച് കൊടുത്തിട്ട് 50,000 രൂപ ക്യാഷ് ആയിട്ട് മേടിച്ചു. അപ്പൊ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗൺസ് ആവത്തില്ല ചെക്കിനെ പോലെ. അതാണ് ചെക്ക് വെച്ച് നോക്കുമ്പോൾ DDയുടെ ബെനിഫിറ്റ്. നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. ഓക്കെ അപ്പൊ ഇവിടെ നോക്ക്, SBIയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഈ DD ഇഷ്യൂ ചെയ്യുന്ന പോയിന്റിൽ എന്തായി? ഒരു പേയബിൾ ആയി. അത് എപ്പോഴാണോ കസ്റ്റമറോ എപ്പോഴാണ് സെല്ലർ SBI കേരള സബ്മിറ്റ് ചെയ്യുന്ന അറിയില്ല. SBI ഡൽഹിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തായി? ബിൽസ് പേയബിൾ ആയി. അതുപോലെ തന്നെ ഇപ്പൊ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോടാ, ക്യാഷ് കൊണ്ടുപോകാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അബ്രോഡ് ഇന്ത്യയൊക്കെ ക്യാഷ് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ട്രാവലേഴ്സ് ചെക്ക് എന്തായിരിക്കും? അവിടെ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഈ ട്രാവലേഴ്സ് ചെക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് എവിടെയോ പറഞ്ഞിട്ടല്ലോ. ഓക്കെ ഇപ്പൊ നോക്ക്, കൊച്ചി ടൂറിസ്റ്റ് ട്രാവലിംഗ് ടു ലണ്ടൻ. ഇപ്പൊ നോക്ക്, ഇതൊരു കൊച്ചിക്കാരനെ വിചാരിക്കും. ഇയാള് ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ SBI ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് $1,000 ഫ്രം SBI എന്ത് ചെയ്യും? മേടിക്കും. അപ്പോ എങ്ങനെ വെച്ചാൽ ചെക്ക് ഫോർമാറ്റിൽ മേടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പൊ ഒരു വെർത്ത് ₹1,000. അപ്പൊ ഇപ്പൊ ഒരു 100ന്റെ ചെക്ക് അങ്ങനെ ഒരു 10 മേടിക്കേ, 10 100ന്റെ ചെക്ക് മേടിക്കുക. അപ്പൊ നോക്ക്, ക്യാഷ് വെക്കണേക്കാളും എളുപ്പമായില്ലേ ചെക്ക് നമ്മുടെ കൈ വെക്കുമ്പോ? അപ്പൊ നോക്ക്, വൈൽ ഷോപ്പിംഗ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഇൻ ക്യാഷ് ഈ കൊച്ചി ടൂറിസ്റ്റ് എന്ത് ചെയ്യും? സൈൻസ് ദ ചെക്ക്. ഓക്കെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് കീപ്പർ. ഇപ്പൊ ലണ്ടനിലുള്ള ഏതോ ഷോപ്പിൽ ചെന്നിട്ട് സാധനം മേടിക്കാൻ 100 രൂപ എന്തുണ്ട്? വെറുത്തുണ്ട് ആ പെർട്ടിക്കുലർ ഇത് വിചാരിക്കും. അപ്പൊ നോക്ക്, ഓൾറെഡി ഞാൻ SBI ഡൽഹി ഇന്ത്യയിലത്തെ ഒരു SBI ബ്രാഞ്ചിൽ നിന്ന് ഞാൻ 10 ചെക്ക് മേടിച്ചിട്ടുണ്ട്. ഓരോ ചെക്കിനും ₹100 ആണ് വെർത്ത്, $100 ആണ് വെർത്ത്. അപ്പൊ ഇതിൽ ട്രാവലർ ചെക്ക് ഹെഡിങ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ ട്രാവലർ ചെക്ക് ഗൂഗിൾ അടിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഫോർമാറ്റ് കാണാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ലണ്ടനിൽ എത്തിയിട്ട് ഞാൻ ലണ്ടനിലെ ഒരു ഷോപ്പിൽ നിന്ന് ഇപ്പൊ ഒരു $100 വെർത്തുള്ള സാധനം മേടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ 10 ഇല്ലേ, അതിനൊരു $100 കൊടുക്കും. ആർക്ക്? ഈ ഷോപ്പ് കീപ്പറിന്. അപ്പൊ $100 കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിൽ എന്റെ സൈൻ ചെയ്യാണ്ടാവും. അത് ഞാൻ സൈൻ ചെയ്യും. ഷോപ്പ് കീപ്പർ വെരിഫൈസ് ദ സിഗ്നേച്ചർ ആൻഡ് ആക്സെപ്റ്റ് പേയ്മെന്റ്. ഓക്കെ ഈ $10 എനിക്ക് ഈ ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ ഓൾറെഡി എൻ്റെ ഒരു സൈൻ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ സൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള സൈൻ എനിക്ക് ഞാൻ ഷോപ്പ് കീപ്പറിന്റെ ഫ്രണ്ടിൽ ഇടാം. അപ്പൊ 2 സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ ഞാൻ ഷോപ്പ് കീപ്പറിന്റെ ഫ്രണ്ടിൽ സൈൻ ചെയ്യുമ്പോൾ. ഓൾറെഡി ചെക്ക് എടുത്ത സമയത്ത് ഞാൻ സൈൻ ചെയ്തിട്ടുള്ളതും ഷോപ്പ് കീപ്പറിന് മുന്നിൽ വെച്ച് സൈൻ ചെയ്തു. അപ്പൊ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? വെരിഫൈ സിഗ്നേച്ചർ ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ് ആസ് എ പേയ്മെന്റ്.
ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് പേപ്പർ ഇൻസ്ട്രുമെന്റ് ഇൻ ഫിക്സഡ് ഡിനോമിനേഷൻ 50 ആവും 100 ആവും. ഞാൻ ജസ്റ്റ് 100 എക്സാമ്പിൾ പറഞ്ഞു. യു സൈൻ വൺസ് വെൻ യു ബൈ ഇറ്റ് ഫ്രം ദ SBI ബാങ്ക് ഇൻ ഇന്ത്യ ആൻഡ് അഗെയിൻ വെൻ യു സ്പെൻഡ് ഇറ്റ് ഷോപ്പ് കീപ്പറിന്റെ മുന്നിൽ. മെർച്ചന്റ് ബാങ്ക് കമ്പൈൻസ് സിഗ്നേച്ചർ. ഇഫ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ റീപ്ലേസ് ചെയ്യും. നമുക്ക് ആ ബാങ്കിൽ ലൈക്ക് SBI ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം, അതിന്റെ റീപ്ലേസ്, അല്ലെങ്കിൽ വേറെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം, റീപ്ലേസ് എടുക്കാം. ഇഷ്യൂർ ലൈക്ക് അമേരിക്കൻ എക്സ്പ്രസ് റീപ്ലേസസ് ഇറ്റ് യൂസിങ് അതിന്റെ പ്രാക്ടിക്കൽ. ഇതൊന്നും നോർമലി ഇപ്പൊ അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല എന്റെ അറിവ്. ഓക്കെ, വർക്ക്സ് ലൈക്ക് സെക്യൂർ ക്യാഷ് ബട്ട് ചെക്ക് ഫോം. ഓക്കെ, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ട്രാവലർ ചെക്ക് എന്നൊരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ പലർക്കും ഒന്ന് മനസ്സിലാവണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ട്രാവലർ ചെക്ക് വേറെ ഒന്നല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ചെക്ക്. ആ ചെക്കിലൊരു സർട്ടൻ ഡിനോമിനേഷൻ ഉണ്ടായിരിക്കും. ആ ഡിനോമിനേഷനിൽ എന്ത് ചെയ്യുക, നമുക്ക് പർച്ചേസ് നടത്താം. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല, അത് വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ട്രാവൽ ചെക്ക്, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പൊ നോക്കിടാ, ഞാനും നീയും കസ്റ്റമർ, സോറി ഞാൻ കസ്റ്റമർ, നീ സെല്ലർ. നീ എനിക്കൊരു ഗുഡ്സ് വിറ്റു. അപ്പൊ നിനക്ക് ആ ക്യാഷ് തരണ്ടേ? ക്യാഷ് തരേണ്ട പകരം ഞാൻ നിന്റെ അടുത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ജനറേറ്റ് ചെയ്യാൻ പറയാം. എന്റെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ എന്ത് ചെയ്യേ, എന്റെ ബാങ്കിൽ കൊടുക്കേ. അപ്പൊ 1 മന്ത് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പീരീഡ് വിചാരിക്കുക. അപ്പൊ എന്റെ ബാങ്ക് 1 മന്ത് കഴിയുമ്പോൾ നിനക്ക് എന്ത് ചെയ്യും, പേയ്മെന്റ് തരണം. അപ്പൊ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്റെ ബാങ്കിന്റെ കയ്യിൽ എന്താ, ഒരു ബിൽസ് പേബിൾ അല്ലേ? അപ്പൊ അപ്പൊ ബിൽസ് പേബിളിന്റെ ഉണ്ടാവേണ്ട 3 സിനാരിയോ പറയണം. അപ്പൊ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിക്കോട്ടെ, ട്രാവലർ ചെക്ക് ആയിക്കോട്ടെ. ഇപ്പൊ നോക്കിയ ട്രാവലർ ചെക്ക് ഞാൻ ഈ SBI ഡൽഹിയുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ, ഏഹ് ഇത് DDയുടെ എക്സാമ്പിൾ അല്ലേ? ഓക്കെ, ഇപ്പൊ നോക്കിയ SBIയുടെ കയ്യിൽ നിന്ന് ഞാൻ ട്രാവൽ ചെക്ക് എടുക്കുമ്പോൾ ആ ചെക്ക് തരുന്ന പോയിന്റിൽ തന്നെ അവിടെ ബാങ്കിന് എന്തോ ലൈബിലിറ്റി ക്രിയേറ്റ് ആവേ. ഞാൻ ആ ഷോപ്പ് കീപ്പർക്ക് പേയ്മെന്റ് ആ ചെക്ക് കൊണ്ട് ചെയ്യുന്നത് വരെ, അല്ലേ? അപ്പൊ ലൈബിലിറ്റി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആവാം, ട്രാവൽ ചെക്ക് ആവാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവാം. ഓക്കെ, അപ്പോ ഇത്തരം ഈ ബിൽസ് പേയബിളിന്റെ മേലെയുള്ള കൺട്രോളുകൾ ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തായിരിക്കണം, ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിരിക്കണം. സച്ച് കൺട്രോൾസ് ഷാൾ യൂസ്വലി ഇൻക്ലൂഡ്സ് ദ ഡ്രാഫ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, മെയിൽ ട്രാൻസ്ഫേഴ്സ്. ബാങ്കിന്റെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് മെയിൽ ട്രാൻസ്ഫേഴ്സ്, അല്ലെങ്കിൽ ട്രാവലർ ചെക്ക് എക്സെട്ര ഷുഡ് ബി മെയ്ഡ് ഔട്ട് ഓഫ് എ സ്റ്റാൻഡേർഡ് പ്രിന്റഡ് ഫോംസ്. ഒബ്വിയസ്ലി എല്ലാ ചെക്കിനും അല്ലെങ്കിൽ എല്ലാ DDക്കും ഒരേ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിരിക്കുമല്ലോ. ഒരു പ്രിന്റഡ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിരിക്കുമല്ലോ. അതങ്ങനെ തന്നെ ആയിരിക്കണം ബാങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്. കൊടുത്തിട്ട് അങ്ങനെ നോക്കണം. അപ്പൊ നിങ്ങൾ ഒരു ചെക്ക് സ്ലിപ്പ് നോക്കി നോക്ക് ബാങ്കിൽ, ആ ഏത് ബ്രാഞ്ചിൽ നിന്നാലും സെയിം ചെക്ക് സ്ലിപ്പ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ തന്നെ എപ്പോഴും ഈ സ്ലിപ്പ് കഴിയുമ്പോൾ അടുത്ത ബുക്ക് കൊണ്ടുവരുമ്പോൾ സെയിം ഫോർമാറ്റ് തന്നെ ആയിരിക്കും. അൺയൂസ്ഡ് ഫോംസ് റിലേറ്റഡ് ടു ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ട്രാവലർ ചെക്സ്, ഇത് ബാക്കി വല്ലതുണ്ടെങ്കിൽ അത് അണ്ടർ ദ കസ്റ്റഡി ഓഫ് റെസ്പോൺസിബിൾ ഓഫീസർ ആയിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. The bank should use a private code known only to responsible officers at its branches. Only these officers should handle the coding and decoding of Telegram. Telegram എന്ന് ഉദ്ദേശിക്കുന്ന മെസ്സേജസ് ആണ്. ഇപ്പൊ നോക്ക്, ബ്രാഞ്ച് എ തൃശ്ശൂരുള്ള ബ്രാഞ്ച് ഒരു മെസ്സേജ് അയക്കാണ് ബ്രാഞ്ച് ബിക്ക്. അപ്പൊ എന്താ, ₹1,00,000 ടു മിസ്റ്റർ രവി, അങ്ങനെയാണ്, അതാണ് മെസ്സേജ് അയക്കുക. പക്ഷെ ഇത് നേരെ ഇങ്ങനെ അയക്കരുത്. അപ്പൊ ഇങ്ങനെ അയക്കുമ്പോൾ വല്ല ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വായിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നേരെ അയക്കാതെ ബ്ലൂ മാംഗോ ടു കോഡ് 47, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്ക്, കോഡിങ് ചെയ്യണം. ഈ കോഡിങ് ചെയ്തത് ഇത് കിട്ടണ ആൾക്ക്, എന്ന് വെച്ചാൽ ബ്രാഞ്ച് ബിയിൽ ഈ മെസ്സേജ് കിട്ടണ ആൾക്ക് മാത്രമേ ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓൺലി റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് അറ്റ് ബോത്ത് ബ്രാഞ്ചസ് നോ ദ കോഡ് ബുക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പൊ ദിസ് പ്രിവെന്റ്സ് ഫ്രോഡ്, ലീക്കേജ് ഓർ അൺഓതറൈസ്ഡ് പേയ്മെന്റ്സ്. അപ്പൊ നോക്ക്, ദ ബാങ്ക് ഷുഡ് ഹാവ് എ പ്രൈവറ്റ് കോഡ്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഒക്കെ പറഞ്ഞ് കാണാറില്ലേ, അതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഓരോ ചിഹ്നം പോലെ ഇരിക്കും. അത് നമുക്ക് വായിക്കാൻ പറ്റില്ല, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മീനിങ് ഉണ്ടായിരിക്കും. അപ്പൊ ഹാക്കർമാർക്ക് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇടയിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എൻക്രിപ്റ്റഡ് ഫോർമിൽ കാണാന്നാണ് പറയാ. എന്ന് വെച്ചാൽ അവർക്ക് റീഡബിൾ ഫോർമാറ്റിലായിരിക്കില്ല. അതൊക്കെ എന്താ, കോഡിങ്ങിന്റെ ഒരു സംഭവമാണ്. അത് ബാങ്ക് ഷുഡ് യൂസ് എ പ്രൈവറ്റ് കോഡ് നോൺ ഓൺലി ടു റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് അറ്റ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഓൺലി ദീസ് ഓഫീസേഴ്സ് ഷുഡ് ഹാൻഡിൽ കോഡിങ്. അപ്പൊ ബ്രാഞ്ച് ഏത്തെ ആള് കോഡ് ചെയ്യും, എന്നിട്ട് അത് കിട്ടുന്ന സമയത്ത് ബ്രാഞ്ച് ബീത്തെ ആൾ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും ആ മെസ്സേജസിന്, ടെലഗ്രാമിന്. ഞാൻ പക്ക ഈ പറഞ്ഞിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദ സിഗ്നേച്ചർ ഓൺ ദ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഷുഡ് ബി ചെക്ക്ഡ് ബൈ ആൻ ഓഫീസർ വിത്ത് സിഗ്നേച്ചർ ബുക്ക്. ഇപ്പൊ നോക്ക്, ഈ DD ബാങ്കിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യാൻ ചെയ്യുക, ഇഷ്യൂ ചെയ്യാൻ ചെയ്യുക. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യണതിന്റെ മുന്നേ വേറെ ആൾ എന്ത് ചെയ്യണം, ഈ DDയിൽ സൈൻ ചെയ്തിട്ടുള്ള ഓഫീസർ ഉണ്ടല്ലോ, ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഓഫീസർ, അത് ആ ഓഫീസറിന്റെ കറക്റ്റ് സിഗ്നേച്ചർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്ന് സിഗ്നേച്ചർ ബുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ നോർമലി കസ്റ്റമറുടെ സൈൻ ഉണ്ടായിരിക്കില്ല. ദ സിഗ്നേച്ചർ
സിഗ്നേച്ചർ ഉദ്ദേശിക്കുന്നത് DD ഇഷ്യൂയിങ് ഓഫീസറുടെ സിഗ്നേച്ചർ ഓൺ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഷുഡ് ബി ചെക്ക്ഡ് ബൈ അനദർ ഓഫീസർ ഒരു ഓഫീസർ വിത്ത് ദ ബാങ്കിന്റെ സിഗ്നേച്ചർ ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഓരോ എംപ്ലോയീസിന്റെയും സൈനുള്ള സിഗ്നേച്ചർ ബുക്ക് ആയിട്ട് എന്ത് ചെയ്യുക, വേറെ എംപ്ലോയി ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം ബാങ്കിൽ. ആരും ഇൻഷൂർ ചെയ്യണം, കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യണം. ടെലഗ്രാഫിക് ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂഡ് ബൈ എ ബ്രാഞ്ച് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി കൺഫേം ടു ദ കൺസേൺഡ് ബ്രാഞ്ചസ്. ഇപ്പൊ ഈ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലത്തെ ഒരു സംഭവം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നോക്ക്, ഇപ്പോ SBI ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ ഡൽഹിയിലുള്ളത്, ഒരാൾക്ക് DD ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ DD എവിടെ പ്രസന്റ് ചെയ്യാനാന്നൊക്കെ ഡീറ്റെയിൽസ് ആര് കൊടുക്കും? ഈ കസ്റ്റമർ കൊടുക്കും. അപ്പോൾ SBI ഹെഡ് ഓഫീസിന് അറിയാം ഇത് തൃശ്ശൂരിൽ സബ്മിറ്റ് ചെയ്യാനാണുള്ളത്. അപ്പോൾ ഈ SBI ഹെഡ് ഓഫീസ് DD കസ്റ്റമർ കൊടുക്കുമ്പോൾ SBI ഹെഡ് ഓഫീസ് തൃശ്ശൂർ ബ്രാഞ്ചിനോട് പറയണം, കൺഫേം ചെയ്യണം, ഇങ്ങനെ DD നിങ്ങളുടെ അവിടേക്ക് വരാനുണ്ട്, അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പറയണം. അപ്പോൾ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിക്കോട്ടെ, ഇഷ്യൂഡ് ബൈ എ ബ്രാഞ്ച് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി കൺഫേം ടു ദ കൺസേൺഡ് ബ്രാഞ്ചസ്. ഓക്കെ, ഇനി അപ്പോൾ ഇൻഫോർം ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇയാള് സെല്ലർക്ക് കൊടുത്തു, സെല്ലർ എന്ത് ചെയ്തു, തൃശ്ശൂർ ബ്രാഞ്ച് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അപ്പോൺ പേയ്മെന്റ്, അപ്പോൾ ഈ DD ഈ തൃശ്ശൂർ ബ്രാഞ്ച് മേടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ സെല്ലർക്ക് പേയ്മെന്റ് കൊടുക്കും. അപ്പോൾ അപ്പോൺ പേയ്മെന്റ് ബൈ ദ SBI തൃശ്ശൂർ ബ്രാഞ്ച് ടു സെല്ലർ, ദ പേയിങ് ബ്രാഞ്ച് ഷുഡ് സെൻഡ് എ ഡെബിറ്റ് അഡ്വൈസ് ആർക്ക്, ടു ദ ഒറിജിനേറ്റിംഗ് ബ്രാഞ്ച്, DD ഒറിജിനേറ്റ് ചെയ്ത ബ്രാഞ്ച് എന്ന് വെച്ചാൽ തൃശ്ശൂർ ബ്രാഞ്ചിലത്തെ ആള് DDയുടെ എമൗണ്ട് സെല്ലർക്ക് കൊടുത്തതിന് ശേഷം തൃശ്ശൂർ ബ്രാഞ്ചിലത്തെ ആള് SBI ഹെഡ് ഓഫീസിനോട് പറയണം, അതെ ഇനി ഡെബിറ്റ് അഡ്വൈസ് കൊടുക്കണം എന്ന് വെച്ചാൽ എമൗണ്ട് ഇങ്ങോട്ട് തരാൻ പറയണം. കാരണം 50,000 രൂപ ഇയാളുടെ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഹെഡ് ഓഫീസ് അല്ലേ, ഇനി 50,000 എന്ത് ചെയ്യണം, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇഫ് ദ പേയിങ് ബ്രാഞ്ച് ഡസ് നോട്ട് റിസീവ് പ്രോപ്പർ കൺഫർമേഷൻ ഓഫ് എ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫ്രം ദി ഇഷ്യൂയിങ് ബ്രാഞ്ച്, ഇപ്പൊ നോക്ക്, ഈ ഡെബിറ്റ് അഡ്വൈസ് അയച്ചിട്ട് പ്രോപ്പർ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്ക്, പേയിങ് ബ്രാഞ്ചിന്, ഫ്രം ദ ഇഷ്യൂയിങ് ബ്രാഞ്ച്, ഇറ്റ് ഷുഡ് പ്രോപ്പർലി ഇൻവെസ്റ്റിഗേറ്റ് ദ റീസൺ എന്ന് വെച്ചാൽ അന്വേഷിക്കണം എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഫ്രീക്വന്റ് ക്യാൻസലേഷൻ, റീഇഷ്യൂവൻസ് ഓഫ് ഡ്രാഫ്റ്റ്സ് ഓർ പേ ഓർഡേഴ്സ്. ഇപ്പോൾ പേ ഓർഡേഴ്സ് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാൻ എന്റെ ബാങ്കിൽ പറയണത് ഓരോ മാസത്തിലും ഇത്ര എമൗണ്ട് ഒരാൾക്ക് കൊടുക്കണം, ഒരാൾക്ക് എല്ലാ 5-ാം തീയതി 10,000 കൊടുക്കണം എന്റെ അക്കൗണ്ടിൽ നിന്ന്, അത് ഞാനൊരു ഓർഡർ പറയില്ലേ, അതാണ് പേ ഓർഡർ. അപ്പോൾ ഇപ്പൊ ഉണ്ടല്ലോ, ഒരു ബാങ്കിൽ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, DDക്ക് വരുന്നു, എന്നാൽ അത് ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ റീഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ക്യാൻസലേഷൻ, റീഇഷ്യൂസ് ഓഫ് എനി ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ പേ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഉടായ്പ നടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഷുഡ് ബി കെയർഫുള്ളി റിവ്യൂഡ് ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. സോറി, ഇത് ആ ഓഫീസത്തെ ആൾ ഒരു ഫ്രീക്വന്റ് ക്യാൻസലേഷൻ, റീഇഷ്യൂസ് ഓഫ് ഡ്രാഫ്റ്റ്സോ ഒരു പേ ഓർഡേഴ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ അതോറിറ്റിയുള്ള ആൾ ചെക്ക് ചെയ്യുന്നില്ലേ എന്ന് ആരും എൻഷുർ ചെയ്യണം, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിലുള്ള അപ്രോപ്രിയേറ്റ് ഓഫീസർ, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ബിൽസ് പേബിൾ റിലേറ്റഡ് ഞാൻ പക്കയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടെലഗ്രാഫിക് ട്രാൻസ്ഫർ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ 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 ഇനി കണ്ടിഞ്ചന്റ് ലൈബിലിറ്റി. എൻഷുർ ഓൾ കണ്ടിഞ്ചന്റ് ലൈബിലിറ്റീസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് പ്രോപ്പർലി വാല്യൂഡ് അല്ലേ ബാങ്ക് എന്ന് ഓഡിറ്റർ എൻഷുർ ചെയ്യണം. വെരിഫൈ ദാറ്റ് നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് വെച്ചാൽ ഗ്യാരണ്ടി കൊടുക്കുക. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഞാൻ ബാങ്ക്, നീ എന്റെ കസ്റ്റമർ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ വല്ല ഫണ്ട് തരുന്നുണ്ടാ? ഇല്ല, നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി അല്ലേ. അപ്പോൾ അതൊക്കെ എക്സ്റ്റെൻഡഡ് ഓൺലി ടു റെഗുലർ കൺസിസ്റ്റൻസി, റെഗുലർ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ വഴി ഇന്നലെ നീ എന്റെ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, നാളെ ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരുമോ? ഇല്ല. നല്ല ഫ്രീക്വന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന റെഗുലർ കസ്റ്റമേഴ്സിനല്ലേ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നത്, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ചെക്ക് ദാറ്റ് ഇന്റർ കൺട്രോൾ എൻഷുർ ഓതറൈസ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ക്രിയേറ്റിംഗ് കണ്ടിഞ്ചന്റ് ലൈബിലിറ്റി. കണ്ടിഞ്ചന്റ് ലൈബിലിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ കണ്ടിഞ്ചന്റ് ലൈബിലിറ്റി റിസൾട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസുകൾ അത് ഓതറൈസ് ചെയ്ത് നടപ്പിലാക്കുന്നത് എക്സിക്യൂഷൻ ആണ് നടപ്പിലാക്കുന്നത് ഉദ്ദേശിക്കുന്നത്. എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഓഡിറ്റർ എൻഷുർ ചെയ്യണം ആ ബാങ്കിൽ ഇന്റർണൽ കൺട്രോൾ ഇല്ലേ, വിച്ച് എൻഷുർ ഓതറൈസ്ഡ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ക്രിയേറ്റിംഗ് കണ്ടിഞ്ചന്റ് ലൈബിലിറ്റിയെ റിസൾട്ട് ചെയ്യിപ്പിക്കുന്ന ട്രാൻസാക്ഷൻസുകൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരാള് ഓതറൈസ് ചെയ്യുന്ന ഒരു കൺട്രോൾ ഇല്ലേ എന്ന് കമ്പനി എൻഷുർ ചെയ്യണം. ഇപ്പൊ നോക്ക്, ഞാനൊരാൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നു, അതെന്താ ഒരു നോൺ ഫണ്ട് ഒരു ട്രാൻസാക്ഷൻ അല്ലേ, നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ട്രാൻസാക്ഷൻ അല്ലേ. ആ ട്രാൻസാക്ഷൻസ് നാളെ എനിക്കൊരു കണ്ടിഞ്ചന്റ് ലൈബിലിറ്റിക്ക് കാരണമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, നാളെ ഇപ്പൊ നിനക്ക് വേണ്ടി ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു, നാളെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ആരുടെ മുന്നിലാണോ നിനക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിന്നത്, അയാൾക്ക് നീ പ്രോപ്പർ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് ലൈബിലിറ്റി ആവില്ലേ. അപ്പൊ നോക്ക്, ഇത്തരം ഗ്യാരണ്ടി കൊടുക്കുന്ന ട്രാൻസാക്ഷൻസുകളൊക്കെ
അപ്രോപ്രിയേറ്റ് പേഴ്സൺ തന്നെയല്ലേ ഓതറൈസ് ചെയ്യുന്നത്. അത് എൻഷുർ ചെയ്യുന്ന കൺട്രോൾസ് ബാങ്കിലില്ലെന്ന് ആര് എൻഷുർ ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഞാൻ പക്കയായി പറഞ്ഞു തരുന്നുണ്ട്. കൺഫേം ദാറ്റ് പേയ്മെന്റ് ഫോർ ഇമ്പോർട്ട് എൽസീസ് ഇമ്പോർട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ്. ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് ലാഡിംഗ് ആൻഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് എൽസി ടേംസ്. ഇപ്പൊ നോക്കടാ, ഇപ്പൊ ഞാന് നീ യു കെയിലുള്ള ഒരാളാ. അപ്പൊ നിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിനക്കൊരു പേടി അല്ലെങ്കിൽ എനിക്ക് എന്താ എമൗണ്ട് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ബാങ്കിൽ ചെന്നിട്ട് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യും. ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഷിപ്പ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് നീയോ നിന്റെ ബാങ്കോ എന്റെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ബാങ്ക് നിനക്ക് ആദ്യം എന്ത് തരും? പേയ്മെന്റ് തരും. എന്നിട്ട് പിന്നീട് ആ പേയ്മെന്റ് എന്റെ കയ്യിൽ നിന്ന് ഞാനും ബാങ്കും തമ്മിലുള്ള അഗ്രിമെന്റ് പ്രകാരം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടേംസ് പ്രകാരം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യും? പിന്നീട് റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ ഓഡിറ്ററിന്റെ റോൾ എന്താ? ഓഡിറ്റർ എൻഷുർ ചെയ്യണം ഈ ബാങ്കുകാര് ഈ ഇമ്പോർട്ട് എൽസിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്തത്. അപ്പൊ ഇമ്പോർട്ട് എൽസിയുടെ ഭാഗമായിട്ട് ഈ ബാങ്ക് എക്സ്പോർട്ടർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇപ്പൊ ഇന്ത്യയിലത്തെ ബാങ്ക് യു കെത്തെ നിനക്കോ നിന്റെ ബാങ്കിനോ എന്ത് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യയിലത്തെ ബാങ്കിന്റെ ഓഡിറ്റർ ഷുഡ് കൺഫേം ദ പേയ്മെന്റ് ഫോർ ഇമ്പോർട്ട് എൽസീസ് ആർ ബേസ്ഡ് ഓൺ ദ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ്. അപ്പൊ നീ അവിടുന്ന് ഷിപ്പ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് സത്യപ്പെട്ട ഇൻവോയ്സ്, ബിൽ ഓഫ് ലേഡിംഗ് അതൊക്കെ അതിന്റെയൊക്കെ ബേസിസിൽ തന്നെയല്ലേ എക്സ്പോർട്ടർക്ക് ഫോറിൻ എക്സ്പോർട്ടർക്ക് ഇന്ത്യൻ ബാങ്ക് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടേംസ് അല്ലേ ഇത് ഉദ്ദേശിക്കുന്നത്? പിന്നീട് എന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യൂല, അതൊക്കെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടേംസ് പ്രകാരമല്ലേ റിക്കവർ ചെയ്യുന്നത്. അതൊക്കെ എന്ത് ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. സിമ്പിൾ അല്ലേ? എൻഷുർ ദ ബാങ്കിങ് അക്കൗണ്ട് മെയിൻ അഡിക്വേറ്റ് റെക്കോർഡ്സ്, അഡിക്വേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഇന്റർ കൺട്രോൾ ഫോർ കണ്ടിജന്റ് ലയബിലിറ്റീസ്. ജസ്റ്റ് ജനറൽ പോയിന്റ്. പെർഫോം സബ്സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ സപ്പോർട്ടിംഗ് ചെക്ക് ചെയ്യുക. ലോയർ ഫീസ്, കോർട്ട് ഓർഡർ ടു കൺഫേം ദ എല്ലാ റെക്കോർഡർ ഒബ്ലിഗേഷൻ വെച്ചാൽ എല്ലാ ഒബ്ലിഗേഷൻസും റെക്കോർഡ് ചെയ്തിട്ടില്ലേ, കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടില്ലേ ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ക്ലോസിംഗ് കണ്ടിജന്റ് ലയബിലിറ്റി. അതിന് സപ്പോർട്ടിംഗ് ചെക്ക് ചെയ്യുക ഓഡിറ്റർ. റിവ്യൂ റീസണബിൾനെസ് ഓഫ് ഇയർ ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റി ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കറന്റ് ആക്ടിവിറ്റി. ഇപ്പൊ ഈ കൊല്ലം നല്ല രീതിയിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്, കറന്റ് ആക്ടിവിറ്റി ഒക്കെ നല്ലതാണെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റി കുറവായിരിക്കും. അപ്പൊ കഴിഞ്ഞ കൊല്ലം കണ്ടിജന്റ് ലയബിലിറ്റി കുറവ് വിചാരിക്കുക. അപ്പൊ ഈ കൊല്ലം കണ്ടിജന്റ് ലയബിലിറ്റി കുറവാണെങ്കിൽ അതിന് ഓഡിറ്റർ അത്ഭുതപ്പെടും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ അത്ഭുതപ്പെടും. അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യുക, അത് ഉദ്ദേശിക്കുന്നത്. ചെക്ക് ഇഫ് കംഫർട്ട് ലെറ്റർ ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ആർ കൺസിഡർ ഫോർ ഡിസ്ക്ലോസിംഗ് കണ്ടിജന്റ് ലയബിലിറ്റി. ഈ കംഫർട്ട് ലെറ്റർ വേറെ, ഗ്യാരണ്ടി വേറെ. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഒരു ഗ്യാരണ്ടി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ആ ബാങ്ക് ആർക്ക് വേണ്ടിയാണ് ഗ്യാരണ്ടി കൊടുത്തത് അയാൾ പൈസ കൊടുത്തില്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യേണ്ടി വരും? പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ കംഫർട്ട് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBI റൈറ്റ്സ് ടു ദ സപ്ലയർ വി ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് മിസ്റ്റർ രവി ആൻഡ് എക്സ്പെക്ട് ഹിം ടു മീറ്റ് ഹിസ് ഒബ്ലിഗേഷൻ. ഇതൊരു ഗ്യാരണ്ടി അല്ല. അപ്പൊ ദിസ് റീഅഷ്യൂർസ് ബട്ട് ഡസ് നോട്ട് ലീഗലി ബൈൻഡ് SBI ടു. അപ്പൊ നോർമലി ഒരു ലയബിലിറ്റി SBIക്ക് വരത്തില്ല. കംഫർട്ട് ലെറ്റർ ആണ് SBI ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ. ബട്ട് എന്നാലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഓഡിറ്റർ കൺസിഡർ ചെയ്യുക, അത് കണ്ടിജന്റ് ലയബിലിറ്റിക്ക് റിസൾട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഒരു കംഫർട്ട് ലെറ്റർ ആണ് എന്ന് വെച്ചാല് ഇവൻ തരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഇവൻ എന്തായാലും തരും എന്നുള്ളൊരു ഗ്യാരണ്ടി അല്ല SBI കൊടുക്കുന്നത്. ഏത്? കംഫർട്ട് ലെറ്ററിന്റെ കേസിൽ. SBI ജസ്റ്റ് ഒരു ബാങ്ക് എക്സാമ്പിൾ പറഞ്ഞാട്ടാ. ഓക്കെ, അപ്പൊ ഈ കംഫർട്ട് ലെറ്റർ എന്ത് ചെയ്യുക? ഓഡിറ്റർ കൺസിഡർ ചെയ്യുക വൈൽ എൻഷുറിംഗ് പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റി ബാങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ. പക്കയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൗട്ടില്ല വിചാരിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ബിൽസ് ഫോർ കാഷ്. ഇവിടെ ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവാം, ചെക്ക് ആവാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ചെക്കിന്റെ എക്സാമ്പിൾ എടുക്കാം, ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കാൻ. ഇപ്പൊ നോക്കടാ, എനിക്കൊരാൾ ചെക്ക് തന്നു. എനിക്കൊരാൾ ചെക്ക് തന്നു. അത് ഫെഡറൽ ചെക്ക് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ SBIയുടെ ബാങ്കിൽ ഞാൻ ചെക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ SBI ഫെഡറലിൽ നിന്ന് കളക്ട് ചെയ്യണ്ടേ? അപ്പോ ഈ SBI ഫെഡറലിൽ നിന്ന് വെറുതെ കളക്ട് ചെയ്യോ? ഒരു കമ്മീഷൻ പിടിക്കും, ഇല്ലേ? അപ്പൊ SBIന് എന്താണ്? ആ ഫെഡറലിൽ ചെന്നിട്ട് ഞാൻ ഈ SBIക്ക് കൊടുത്തിട്ടുള്ള ചെക്ക് കളക്ട് ചെയ്യണ എന്താ? SBIക്ക് ഒരു ഇൻകം ആണ്. പക്ഷെ ഞാൻ ഈ SBIയിൽ ഇപ്പൊ എനിക്കുണ്ടല്ലോ, SBI കൊച്ചിയിലത്തെ ഒരു ചെക്ക് കിട്ടി. ആ ചെക്ക് ഞാൻ തൃശ്ശൂർ SBIയിൽ കൊടുക്കേ. അപ്പൊ ഇത് നോക്ക്, ഇപ്പൊ നേരത്തെ SBI ഫെഡറലിൽ നിന്ന് കളക്ട് ചെയ്ത പോലെ ഒരു ഇൻകം ഇവിടുന്ന് കിട്ടുമോ? കാരണം രണ്ടും സെയിം ബ്രാഞ്ചാ. അപ്പൊ നോക്ക്, ഇവിടെ എൻഷുർ ബിൽസ് അല്ലെങ്കിൽ എൻഷുർ ചെക്സ് ഡ്രോൺ ഓൺ അതർ ബ്രാഞ്ചസ് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ബിൽസ് ഫോർ കളക്ഷൻ ഓഫ് SBI ബ്രാഞ്ച്. ഇപ്പൊ നോക്കടാ, ഇപ്പൊ നോക്ക്, ഇപ്പൊ ഇത് ഏഹ്, അയ്യോ, ഇത് SBI, ഇത് ഫെഡറൽ. ഇപ്പൊ നോക്ക്, എന്റെ കയ്യില് ഫെഡറലിന്റെ ചെക്ക് ഉണ്ട്. എന്റെ ബാങ്ക് അക്കൗണ്ട് SBIയിലാണ് ഉള്ളത്. നീ എന്റെ ബയ്യറെ വിചാരിക്കും, നീ എനിക്ക് ഫെഡറലിന്റെ ചെക്ക് തന്നു, എന്റെ ബാങ്ക് SBIയിലാണ്. അപ്പൊ ഞാൻ SBIയിൽ ചെക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പൊ SBI എന്ത് ചെയ്യും? ഈ ചെക്ക് കറസ്പോണ്ടിങ് എമൗണ്ട് ഫെഡറലിലേക്ക് നിന്ന് കളക്ട് ചെയ്തിട്ട് എനിക്ക് തരും. പക്ഷെ അതിനൊരു ചെറിയ, ഇപ്പൊ ഒരു 50,000 കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 49,000 ആയിരിക്കും എനിക്ക് തരാം. 1000 എന്ത് കമ്മീഷൻ പിടിക്കും. അപ്പൊ ഇതെന്താ?
അപ്പോൾ ഇൻഡയറക്ട്ലി എസ് ബി ഐക്ക് എന്തായിരുന്നു, ഒരു ബിൽസ് ഫോർ കളക്ഷൻ ആയിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പൊ എനിക്ക് കൊച്ചിയിലത്തെ ചെക്ക്, എസ് ബി ഐ കൊച്ചി ബ്രാഞ്ചിലത്തെ ചെക്ക് ഞാൻ എസ് ബി ഐ തൃശ്ശൂർ ബ്രാഞ്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും ബിൽസ് ഫോർ കളക്ഷൻ തന്നെയാണ്. പക്ഷെ ഒരു ഇൻകം കിട്ടുന്നുണ്ടാ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എസ് ബി ഐ തൃശ്ശൂർ ഒരു എക്സ്റ്റേണൽ പാർട്ടിയിലേക്ക് നിന്ന് ബിൽസ് കളക്ട് ചെയ്യുന്ന പോലെ ബ്രാഞ്ചിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യരുത്. അതാണ് എൻഷുവർ ബിൽസ് ഡ്രോൺ ഓൺ അതർ ബ്രാഞ്ചസ് ആർ നോട്ട് ഇൻക്ലൂഡ് ദ ബിൽസ് ഫോർ കളക്ഷൻ ഓഫ് ദിസ് ബ്രാഞ്ച്. അതുപോലെ തന്നെ ഇൻസ്പെക്ട് ദ ഇൻവാർഡ് ബിൽസ് അവൈലബിൾ ഓൺ ദ ക്ലോസിംഗ് ഡേ. ഇപ്പൊ നോക്കടാ, ഇപ്പോ ഞാന് നിനക്ക് എന്ത് ചെയ്തു, സെല് ചെയ്തു. അപ്പോ ഞാൻ നിനക്ക് സെല് ചെയ്തു, നിനക്ക് ക്യാഷ് തരാൻ, അല്ലാതെ നിന്റെ പേര് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിത് എന്താണ് എന്റെ ബാങ്കിൽ കൊടുക്കേ, എന്നിട്ട് ഞാൻ എന്റെ ബാങ്കിൽ പറയണെന്ത്, ഇപ്പൊ ഒരു മാസമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു മാസം കഴിയുമ്പോൾ നിന്റെ കളക്ട് ചെയ്യാൻ. അപ്പൊ നോക്ക്, ആ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇതൊരു ഇൻവേർഡ് ബിൽസ് അല്ലേ. അപ്പൊ അത്തരം ഇൻവേർഡ് ബിൽസ് എന്ത് ചെയ്യാം, ക്ലോസിംഗ് ഡേയില് ഓഡിറ്റർ എന്ത് ചെയ്യാ, ചെക്ക് ചെയ്യാം. ആൻഡ് വെരിഫൈ ദ ഔട്ട്വേർഡ് ബിൽസ് വിത്ത് ദ രജിസ്റ്റർ ആസ് ദേ ആർ ഡിസ്പാച്ച്ഡ് സൂൺ ആഫ്റ്റർ ദ റിസീപ്റ്റ്. ഇപ്പൊ നോക്ക്, ഇപ്പോ ഓക്കെ, എന്റെ അക്കൗണ്ട് ഉള്ളത് എസ് ബി ഐ മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ വിചാരിക്കേ. മൂവാറ്റുപുഴ കേരളത്തിലെ സ്ഥലമാണ്. എന്നാല് എന്നാല് ഈ ബയ്യർ ഉള്ളത് മൂവാറ്റുപുഴയിലല്ല, ബയ്യറുള്ളത് എസ് ബി ഐ മുംബൈയിലാ. അപ്പൊ നോക്ക്, ഞാൻ ഈ എസ് ബി ഐ മുംബൈയിലുള്ള ബയ്യറിന്റെ മേലെ ജനറേറ്റ് ചെയ്ത ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ മൂവാറ്റുപുഴയിൽ കൊടുക്കുമ്പോൾ, ഈ മൂവാറ്റുപുഴത്തെ എസ് ബി ഐ ബ്രാഞ്ചിന് ബയ്യർ മുംബൈയിലായിട്ട് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എസ് ബി ഐ മൂവാറ്റുപുഴ എന്ത് ചെയ്യും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് എങ്ങോട്ട് അയക്കും, എസ് ബി ഐ മുംബൈ ബ്രാഞ്ചിക്ക് അയക്കും. അപ്പൊ നോക്ക്, എസ് ബി ഐ മൂവാറ്റുപുഴയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇതൊരു ഔട്ട്വേർഡ് ബില്ലല്ലേ. അപ്പൊ ഇത്തരം ഔട്ട്വേർഡ് ബില്ലും എന്ത് ചെയ്യണം, രജിസ്റ്റർ, അതിന്റെ കറസ്പോണ്ടിങ് രജിസ്റ്റർ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം, ബിക്കോസ് ദേ ആർ ഡിസ്പാച്ച്ഡ് സൂൺ ആഫ്റ്റർ റിസീപ്റ്റ്. അപ്പൊ നോക്ക്, ഞാൻ ഈ എസ് ബി ഐ മൂവാറ്റുപുഴയില് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൺ ബയ്യർ ഇൻ മുംബൈ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ എസ് ബി ഐ മൂവാറ്റുപുഴ എന്ത് ചെയ്യും, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എസ് ബി ഐ മുംബൈ ബ്രാഞ്ചിലോട്ട് അയക്കും. കാരണം ബയ്യർ മുംബൈയിലല്ലേ ഇരിക്കണം. അപ്പൊ എസ് ബി ഐ മുംബൈ ബ്രാഞ്ചിനല്ലേ സിമ്പിൾ ആയിട്ട് ആ ബയ്യറിന്റെ കളക്ട് ചെയ്യാൻ പറ്റുക. പക്ക കോമൺ സെൻസ് അല്ലേ. ഓക്കെ, അപ്പൊ ഇൻസ്പെക്ട് ഇൻവേർഡ് ബിൽസ് അവൈലബിൾ ഓൺ ദ ക്ലോസിംഗ് ഡേ ആൻഡ് വെരിഫൈ ഔട്ട്വേർഡ് ബിൽ വിത്ത് ഡിസ്പാച്ച് സൂൺ ആഫ്റ്റർ റെസിപ്റ്റ്. എക്സാമിൻ കളക്ഷൻസ് മെയ്ഡ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ടു കൺഫേം ദ എക്സിസ്റ്റൻസ് കംപ്ലീറ്റ്നസ് ഓഫ് ബിൽസ് ഫോർ കളക്ഷൻ. ഓക്കെ, ഇപ്പൊ നോക്കടാ, ഇപ്പൊ ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 30,000 രൂപ ബാലൻസ് ഷീറ്റിൽ കാണുന്നുണ്ടെങ്കിൽ, ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ അത് 31 മാർച്ച് കഴിഞ്ഞാൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണ്ടേ. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്തിട്ടില്ലേ ബാങ്ക് എന്ന് ഓഡിറ്റർ എൻഷുർ ചെയ്യണം. എന്തിന്, അപ്പൊ ഈ 30,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താ, ഇത് ശരിക്കുമുള്ള ഒരു ബിൽസ് ഫോർ കളക്ഷൻ ആയിരുന്നു എന്നാ. എന്നാൽ കളക്ട് ചെയ്തിട്ടില്ലെങ്കിലോ ഇത് ശരിക്കുള്ളതല്ല. അപ്പൊ കൺസിസ്റ്റൻസും കംപ്ലീറ്റ്നസും എൻഷുർ ചെയ്യാൻ സബ്സിക്വന്റ് റിയലൈസേഷൻ മെയ്ഡ് ബൈ ബാങ്ക് ആര് എൻഷുർ ചെയ്യുക, ഓഡിറ്റർ എൻഷുർ ചെയ്യുക ഫോർ ബിൽസ് ഫോർ കളക്ഷൻ. ഓക്കെ അല്ലേ. റിവ്യൂ ദ പ്രൊസീജിയർ ഫോർ ക്രെഡിറ്റിംഗ് ദ പാർട്ടി ഓൺ ഹൂസ് ബിഹാഫ് ദ ബിൽ ഹാസ് ബീൻ കളക്റ്റഡ്. ഓക്കെ, ബാങ്ക് ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഞാൻ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്റെ എസ് ബി ഐ മൂവാറ്റുപുഴയില് എന്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ കൊടുത്തു, അവര് എസ് ബി ഐ മുംബൈ ബ്രാഞ്ചിൽ കൊടുത്തു. അപ്പൊ എസ് ബി ഐ മുംബൈ ബ്രാഞ്ച് എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് എമൗണ്ട് തിരിച്ചയക്കും. പക്ഷേ ഈ എമൗണ്ട് കിട്ടിയതിന് ശേഷമല്ലേ എസ് ബി ഐ മൂവാറ്റുപുഴ എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ അത് വരെയുള്ള പ്രൊസീജിയർ എന്താണ്, ഓഡിറ്റ് റിവ്യൂ ചെയ്യണം ഫോർ ക്രെഡിറ്റിംഗ് ദ പാർട്ടി ഓൺ ഹൂസ് ബിഹാഫ് ദ ബിൽ ഹാസ് ബീൻ കളക്റ്റഡ്. ഇപ്പൊ നോക്ക്, മൂവാറ്റുപുഴ സെല്ലറിന്റെ ബിഹാഫിലല്ലേ കളക്ട് ചെയ്തത്. എൻഷുറിംഗ് ദ കസ്റ്റമർ അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് ഓൺലി ആഫ്റ്റർ ദ ആക്ച്വൽ കളക്ഷൻ ഫ്രം ദ ഒബ്വിയസ്ലി ഈ ബയ്യറിന്റെ കയ്യിൽ നിന്ന് എസ് ബി ഐ മുംബൈ ബ്രാഞ്ച് ആദ്യം എന്ത് ചെയ്യും, എമൗണ്ട് കളക്ട് ചെയ്യും. എന്റെ എസ് ബി ഐ മുംബൈ ബ്രാഞ്ച് എന്ത് ചെയ്യും, എസ് ബി ഐ മൂവാറ്റുപുഴക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ എസ് ബി ഐ മൂവാറ്റുപുഴക്ക് എമൗണ്ട് കിട്ടിയതിന് ശേഷമല്ലേ എന്ത് ആ കറസ്പോണ്ടിങ് കസ്റ്റമർ ആരാണോ, സെല്ലറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ എമൗണ്ട്. പക്ക കോമൺ സെൻസ് അല്ലേ. മനസ്സിലായി വിചാരിക്കണോ, മനസ്സിലായില്ലടാ, ഡൗട്ട് ഇല്ലല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, നീ അതിന്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് നമുക്ക് സിമ്പിൾ ആക്കി എടുക്കാം. എസ് ബി ഐ മൂവാറ്റുപുഴ, എസ് ബി ഐ തൃശ്ശൂര്. എൻ്റെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ഞാൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഓക്കെ, അല്ല എസ് ബി ഐ തൃശ്ശൂർ വേണ്ട, ജസ്റ്റ് ഓക്കെ, ഒരു ബയ്യർ, സെല്ലർ, ഞാൻ സെല്ലർ.
ഞാൻ ഗുഡ്സ് സെല് ചെയ്തു ബയ്യർക്ക്. എന്നിട്ട് ബയ്യറിന്റെ മേലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റേസ് ചെയ്തു. SBIക്ക് കൊടുത്തു 3000 ഉള്ളത്. SBI എന്ത് ചെയ്തു? എത്ര മന്ത് വെച്ചാല് കഴിഞ്ഞ ശേഷം കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത ശേഷമല്ലേ SBI ബയ്യറിനെ കളക്ട് ചെയ്ത ശേഷമല്ലേ സെല്ലർക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. പക്ക കോമൺ സെൻസ് അല്ലേ? ഇപ്പൊ ഒരു 40,000 കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2,000 പിടിച്ചിട്ട് 43,000 ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ആ പ്രൊസീജിയർ എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. വിച്ച് ഇസ് ഫോളോഡ് ബൈ SBI മൂവാറ്റുപുഴ. SBIയുടെ ഓഡിറ്റർ, മൂവാറ്റുപുഴയുടെ ഓഡിറ്റർ റിവ്യൂ ദ പ്രൊസീജിയർ ഫോർ ക്രെഡിറ്റിംഗ് ദ പാർട്ടി ഓൺ whose behalf the bill is collected, ensuring the customer account is credited only after the actual collection from the drawee. പക്കയായിട്ട് മനസ്സിലായിട്ട് വിചാരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കേണ്ട. അത് പുതിയ കുറെ സംഭവങ്ങൾ പറയുന്നത്. ട്രഷറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രോഡർ ടേമാണ്, ഇൻക്ലൂഡിങ് ഓൾ ദീസ്. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ ഫോറിൻ കറൻസിയിലത്തെ ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നതിനെ ബ്രോഡർ ടൈമിൽ പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച്. അതുപോലെ ഡെറിവേറ്റീവ്സ് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓപ്ഷൻസ്. അതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ട്രേഡിംഗ് മെത്തേഡ്, ബിസിനസ് ചെയ്യുന്ന മെത്തേഡുകൾ ഒബ്വിയസ്ലി എന്താണ് പുതിയ പുതിയ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ബാങ്കിന് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ പുതിയ പുതിയ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ അൺഫെമിലിയർ റിസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഫെയിലിയർ എന്താ ഫിനാൻഷ്യൽ ആൻഡ് റെപ്യൂട്ടേഷൻ ലോസ് ബാങ്കിന് ഉണ്ടാക്കാം. കാരണം അൺഫെമിലിയർ പുതിയ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിവ് കുറവായിരിക്കും ബാങ്കിന്. അപ്പോൾ ദെയർഫോർ ദ ഓഡിറ്റർ ഷുഡ് അസസ് ദ കൺട്രോൾ ആസ് എ പാർട്ട് ഓഫ് ദ ഓഡിറ്റ് വർക്ക്. അപ്പോൾ ഇങ്ങനത്തെ ലോസസുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അൺഫെമിലിയർ ബിസിനസ്സിലത്തെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൺട്രോൾസുകൾ അല്ലെങ്കിൽ റൂൾസുകളാണ്, പോളിസി പ്രൊസീജിയേഴ്സ് ആണ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഓഡിറ്റർ മസ്റ്റ് ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് ഓവർവ്യൂ ഓഫ് ബാങ്ക് ട്രഷറി ഓപ്പറേഷൻസ്. എന്ന് വെച്ചാൽ ബാങ്കിന്റെ ഈ എല്ലാ സംഭവങ്ങളും ഓഡിറ്റർ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം ബിഫോർ സ്റ്റാർട്ടിങ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ആഫ്റ്റർ കണ്ടക്ടിങ് ആൻ അപ്രോപ്രിയേറ്റ് റിസ്ക് അസസ്മെന്റ്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രോപ്പർലി ചെയ്തതിനു ശേഷം റിസ്ക് അസസ്മെന്റ് വെച്ചാൽ ഒബ്റ്റൈനിങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എൻറ്റിറ്റി ഒക്കെ ചെയ്തതിനു ശേഷം ആഫ്റ്റർ കണ്ടക്ടിങ് അപ്രോപ്രിയേറ്റ് റിസ്ക് അസസ്മെന്റ് ഓഫ് ട്രഷറി പ്രോസസ് ബൈ ദ ഓഡിറ്റർ, ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി ഡെസൈൻഡ് ടു ഡൊവിറ്റേൽ. ഡൊവിറ്റേൽ പറഞ്ഞാൽ ജോയിൻ ഓർ കോർഡിനേറ്റ് വിത്ത് കൺട്രോൾ അസസ്മെന്റ്. വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക? ട്രഷറി പ്രോസസ് വെച്ചാൽ ബാങ്കിന്റെ ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് റിസ്കുകൾ എവിടെയൊക്കെയെന്ന് മനസ്സിലാക്കുക. ആ റിസ്കുകൾ മിനിമൈസ് ചെയ്യാൻ എന്തൊക്കെ കൺട്രോൾസുകളാണ് കമ്പനിയിലുള്ളത്, എന്തൊക്കെ കൺട്രോൾസാണ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ ബേസിസിൽ ഓഡിറ്റർ എന്ത് ചെയ്യുക? ഓഡിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാന്ന് ഈ മൂന്നെണ്ണത്തിന്. ആൻഡ് ടു എൻഷുർ ദ ഫിഗേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ ആസ് ദ ഡിസ്ക്ലോഷേഴ്സ് മെയ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബൈ ദ ബാങ്ക് ആർ അക്യുറേറ്റ്, ഫെയർലി റിഫ്ലക്ട് ആൻഡ് അഫയേഴ്സ് ഓഫ് ദ ബാങ്ക് ട്രഷറി. ബാങ്കിന്റെ ഓപ്പറേഷൻ പ്രകാരം കറക്റ്റ് ഡിസ്ക്ലോഷേഴ്സും കറക്റ്റ് എമൗണ്ടും ഫിഗേഴ്സ് ഒക്കെ തന്നെയല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാട്ടിയിട്ടുള്ളത്, ബാങ്ക് കാട്ടിയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ആ ഓഡിറ്റർ അത് എൻഷുർ എങ്ങനെ ചെയ്യേണ്ടത്? ബൈ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻറ്റിറ്റി വെച്ചാൽ പ്രോപ്പർ റിസ്ക് അസസ് ചെയ്യുക ബാങ്കിലത്തെ ഓഫ് ട്രഷറി പ്രോസസ്സ്. എന്നിട്ട് ആ റിസ്കിനെ മിനിമൈസ് ചെയ്യുന്ന കൺട്രോളുകൾ ബാങ്കിലുണ്ടോ എന്ന് എന്ത് ചെയ്യുക? ഓഡിറ്റർ മനസ്സിലാക്കുക. എന്നിട്ട് അതിന് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യുക? ഓഡിറ്റർ ഡെവലപ്പ് ചെയ്യുക. ഇത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൽ പറയണമെങ്കിൽ ഒരുപാട് കാര്യം പറയാം, പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല. വെറുതെ നിങ്ങളുടെ സമയം പോകാന്നുള്ള, എക്സാമിന് മാർക്ക് മേടിക്കല്ലേ നിങ്ങളുടെ ഉദ്ദേശം. അപ്പൊ ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ പരമാവധി സിമ്പിൾ ആക്കി പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് വൈസ് ചെയ്തിട്ടുണ്ട്. പറ്റുവെച്ചാൽ പഠിക്കുക. ലാസ്റ്റ് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും പഠിക്കണ്ട കേട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുള്ളൂ. നമ്മുടെ കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പറ്റുവെച്ചാൽ പഠിക്കുക. ഇതൊക്കെ പഠിക്കാൻ നോക്കുക, ഇതും പഠിക്കാൻ നോക്കുക. ഇതും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെറുതൊന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാ. ഇതും വേണ്ട. ഇതും പറ്റുവെച്ചാൽ പഠിക്കുക, ഇത് പഠിക്കുക, ഇതും പറ്റുവെച്ചാൽ പഠിക്കുക, ഇതും പറ്റുവെച്ചാല് അത് അത്ര വലിയ നോർമലി 7 മാർക്കിനൊക്കെ ചോദിക്കുക. ഇതൊക്കെ എന്തായാലും പഠിക്കുക. ജനറൽ ഇഷ്യൂസ് എന്തായാലും പഠിക്കുക. ഓക്കെ, പക്കയായി പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്രാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാം പറഞ്ഞില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.